ബി 35 വരെയുള്ളത് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫർദറായിട്ട് നമുക്ക് 36 തൊട്ടുള്ളത് നോക്കാം. ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഓക്കെ, ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞാൽ മതി. 36 എന്നുള്ള പോയിന്റാണ്. ഓൺ ദ പോസ്റ്റിയർ ആസ്പെക്ട്സ് ഓഫ് ദ തൈ ഇൻ ദ മിഡിൽ ഓഫ് ദ ട്രാൻസ്വേഴ്സ് ക്രീസ്. അതായത് ഒരു മിനിറ്റ് ഒക്കെയാണ് കയറുന്നത്. അപ്പോൾ മറ്റേ അതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് തൈയിൽ നിന്ന് നമ്മുടെ ബട്ടക്സിൻ്റെ ക്രീസ് ഉണ്ടല്ലോ, ലോവർ ക്രീസിൽ നിന്ന് ക്രീസിന് മധ്യഭാഗത്ത് വരുന്ന പോയിന്റാണ് 36 എന്ന് പറയുന്നത്. ഓക്കെ, ഇത് സയാറ്റിക്ക പെയിനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നല്ല മറ്റേ റിസൾട്ട് കിട്ടുന്ന ഒരു പോയിന്റും കൂടെയാണിത്. ഓക്കെ, എൻ്റെ PPT പ്രശ്നമുണ്ടല്ലോ. ഞാൻ ഡിസ്പ്ലേ ചെയ്യുന്നത് നിങ്ങൾക്ക് വരുന്നില്ലെന്ന് തോന്നുന്നു അല്ലേ? ഇപ്പൊ നിങ്ങൾക്ക് എന്താ സ്ക്രീനിൽ കാണുന്നത്? കാണുന്നുണ്ട്. BL36 പോയിന്റ്സ് കാണുന്നുണ്ട്. മറ്റേത് എഴുതിയത് കാണുന്നില്ല. ഇല്ല, എന്തോ ഒരു പ്രശ്നമുണ്ട്. ഓക്കെ, അതിന്റെ ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് പെയിൻ ഇൻ ദ ലുംബാർ ഏരിയ, ലോവർ ബാക്കിൽ ലുംബാറിന്റെ ഏരിയയിൽ എന്താണ് സംഭവം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒറ്റ മിനിറ്റ്. ഇപ്പൊ ശരി. ഓക്കെ, പെയിൻ ഇൻ ദ ലുംബാർ ഏരിയ, അതേമാതിരി തന്നെ നമ്മുടെ ലോവർ ബാക്ക്, അതേമാതിരി തന്നെ ബട്ടക്സിന്റെ മുകൾ ഭാഗം സാക്രൽ ഏരിയ, അതേമാതിരി തന്നെ ഫെമോറൽ റീജിയനിലൊക്കെ തന്നെ ഈ ബുദ്ധിമുട്ടുകൾക്ക് മാറാൻ നമുക്ക് ഈ പോയിന്റ് നല്ലതാണ്. അതേമാതിരി ഹെമറോയിഡ്സിനും ഈ പോയിന്റ് നല്ലതാണ്. ഇത് പൊതുവെ വന്നിട്ട് UB മെറീഡിയനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. അതേമാതിരി വേദനകൾ മാറാനും ഹെമറോയിഡ്സിനൊക്കെ വളരെ നല്ല പോയിന്റാണ് ഈ BL36. ലൊക്കേഷൻ നമുക്കറിയാം, ബട്ടക്സിന്റെ ക്രീസിന്റെ മധ്യഭാഗത്ത് വരുന്ന പോയിന്റാണ്. അടുത്തത് BL37 എന്ന് പറയുന്ന പോയിന്റാണ്. ഓൺ ദ പോസ്റ്റീരിയർ ആസ്പെക്ട്സ് ഓഫ് ദ തൈ 6 tune ബിലോ UB36. UB36 ഇപ്പൊ നമ്മുടെ ബട്ടക്സിന്റെ ക്രീസ് കണ്ടു, അതിന്ന് മധ്യഭാഗത്ത് നിന്ന് 6 tune നേരെ താഴെ വരുന്ന പോയിന്റാണ് നമ്മുടെ UB37. അതായത് മറ്റേ നമ്മുടെ 36 40 ലൈൻ കണക്ട് ചെയ്യുമ്പോൾ സ്ട്രെയിറ്റ് ലൈനിൽ തന്നെയാണ് വരിക. ഇൻഡിക്കേഷൻ എന്തിനൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലുംബാർ പെയിനിന് നല്ലതാണ്. മൊത്തത്തിൽ കാലിലുള്ള എല്ലാ വേദനകൾക്കും, ലുംബാർ അല്ലാത്ത വേദനകൾക്കും ഈ പോയിന്റ് നല്ലതാണ്. നംനെസ് ആൻഡ് വീക്ക്നെസ് ഓഫ് ലോവർ എക്സ്ട്രിമിറ്റീസ്, അതായത് കാലുകൾക്ക് ബലക്ഷയം തോന്നല്, നംനെസ് ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ അതെല്ലാം മാറാൻ ഈ UB37 വളരെ നല്ല പോയിന്റാണ്. ഇതും അതേമാതിരി തന്നെ ആക്ടിവേറ്റ്സ് ദ മെറീഡിയൻ, benefits the lumbar area and relieves the pain, especially on the lower extremities ഉള്ള വേദനകളും മറ്റും ഒക്കെ മാറാൻ ഈ പോയിന്റ് നല്ലതാണ്. ലൊക്കേഷൻ BL36 നിന്ന് 6 tune താഴെ വരുന്ന പോയിന്റാണ് 37 എന്ന് പറയുന്നത്. ലൊക്കേഷൻ കൺഫ്യൂഷൻ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് തന്നെയാണ് വരിക. അത് കഴിഞ്ഞാൽ UB38 എന്നുള്ള പോയിന്റാണ്. UB at the lateral end of the popliteal transverse crease 1 tune above UB39. അതായത് 39 നിന്നും 1 tune മുകളിലാണ്. അപ്പൊ നമ്മൾ ആദ്യം UB39 മനസ്സിലാക്കണം. ഓക്കെ, ഇത് മുട്ടിൽ വരുന്ന പോയിന്റ് ആണ്, പ്രത്യേകിച്ച് മുട്ടിന്റെ ബാക്ക് ഭാഗത്ത്. ഓക്കെ, ഒരു മിനിറ്റ്, ആരോ ജോയിന്റ് ആവേണ്ട, ഒരു മിനിറ്റ്. ഓക്കെ, മുട്ടിന്റെ ബാക്ക് സൈഡിൽ ഉണ്ടാവുന്ന മധ്യഭാഗത്തൂടെ പോകുന്ന പ്രധാനപ്പെട്ട ആർട്ടറി ഉണ്ട്. ആ ആർട്ടറിയുടെ ഏരിയയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വേദനകൾ മാറാൻ നല്ലതാണ്. പ്രത്യേകിച്ച് ലുംബാറിൽ കംപ്രഷൻസ് ഒക്കെ വരുന്ന സമയത്ത് ബാക്കി എവിടെയും ചിലപ്പോൾ വേദന ഉണ്ടാവില്ല, ഈ മുട്ടിന്റെ ബാക്ക് സൈഡിൽ മാത്രം സിവിയർ ആയിട്ട് വേദന ഉണ്ടാവും. മെയിനായിട്ട് ഇത് കാലിന്റെയും അതുപോലെ തന്നെ മുട്ടിന്റെ ബാക്ക് സൈഡിൽ വരുന്ന വേദനകൾക്ക് നല്ലതാണ്. അതേമാതിരി തന്നെ ഇത് സ്നൂസിനെ, അതായത് ടെൻഡൻസിന്റെ ടെൻഷനെ റിലാക്സ് ചെയ്യാൻ നല്ലതാണ്. ഹീറ്റിനെ റിലീവ് ചെയ്യുന്നു. ലൊക്കേഷൻ എന്ന് പറയുന്നത് എവിടെയാണ് നോക്കിയേ, അതായത് നമ്മുടെ UB40 എന്ന് പറയുന്നത് മധ്യഭാഗത്താണ് ഉള്ളത്. ആ മധ്യഭാഗത്തുള്ള UB40 നിന്നും അപ്രോക്സിമേറ്റ്ലി 1 tune ലാറ്ററൽ സൈഡായിട്ട് വരുന്ന പോയിന്റ് ആണ് 39. ആ 39ന്റെ 1 tune മുകളിലാണ് 38. അതല്ലെങ്കിൽ UB40 നിന്നും 1
ചൂൺ മുകളിൽ എടുത്തിട്ട് ഒരു ചൂൺ ലെഫ്റ്റിലേക്ക് എടുത്തു കഴിഞ്ഞാൽ കിട്ടും. നിങ്ങൾ ഒട്ടുമിക്ക ആളുകൾക്കും വന്നിട്ട് നമ്മൾ മസാജും മറ്റും തായിയൊക്കെ ചെയ്യുന്ന സമയത്തും ശരി, മറ്റേ മയോ ഫേഷ്യൽ മസാജ് ചെയ്യുന്ന സമയത്തൊക്കെ ആയിക്കോട്ടെ, ഈ ഭാഗത്ത് കൂടെ നിങ്ങൾ പ്രസ് ചെയ്യുമ്പോൾ ആ സയാറ്റിക്ക നെർവ് പോകുന്ന പ്രധാനപ്പെട്ട മുട്ടിൽ കൂടെ പോകുന്ന ഒരു പ്രധാനപ്പെട്ട വെസൽസും കൂടിയാണ്. ഈ പോപ്പുലാരിറ്റി ആർട്ടറി പോകുന്നു എന്ന് പറഞ്ഞില്ലേ, ആ ഭാഗമാണ് ഒട്ടുമിക്ക ആളുകൾക്കും ലുംബാറിൽ ഇഷ്യൂസ് ഉണ്ടെങ്കിലോ നീയിൽ ഇഷ്യൂസ് ഉണ്ടെങ്കിലോ തന്നെ നിങ്ങൾ ഇവിടെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ സിവിയർ ആയിട്ട് വേദന ഉണ്ടാവും. അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു ഒട്ടുമിക്ക ആളുകൾക്ക് എങ്ങനെ അറിയാം, ടെൻഡന്റെ സൈഡിലായിട്ട് വരുന്ന പോയിന്റാണ്. അപ്പൊ നമ്മുടെ മുട്ടിന്റെ രണ്ട് വശത്തും കൂടെ ലാറ്ററൽ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാൽമുട്ട് മടക്കി വെച്ചിട്ട് നിങ്ങളുടെ മുട്ടിന്റെ ബാക്ക് സൈഡിൽ തൊടുമ്പോൾ സ്റ്റൊമക് മെറിഡിയനും ഗാൽ ബ്ലാഡർ മെറിഡിയനും പോകുന്നതിന്റെ ഭാഗത്ത് താഴെ മുട്ടിന്റെ ഭാഗത്ത് ഒരു ടെൻഡൻ കാണാം. നിങ്ങൾ അതിന്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി, അറിയാം. കടന്നിട്ട് ചെയ്യുമ്പോഴാണ് കറക്റ്റായിട്ട് ലൊക്കേഷൻ ടച്ച് ആവുള്ളൂ. സിവിയർ ആയിട്ട് വേദന ഉണ്ടാവും. ഒട്ടുമിക്ക നെർവ് മറ്റേ നീൽ ഇഷ്യൂസ് ഉണ്ടെങ്കിലും ശരി, സയാറ്റിക്ക നെർവിൽ കംപ്രഷൻ വരുന്നുണ്ടെങ്കിലൊക്കെ തന്നെ ഈ പോയിന്റ് വളരെ നല്ലതാണ്. ഈവൻ നിങ്ങൾ ആ ഭാഗത്ത് കൈകൾ കൊണ്ട് നന്നായിട്ട് പമ്പ് ചെയ്ത് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ പോലും ആ സമയത്ത് അവർക്ക് നല്ല പെയിൻ ഉണ്ടാവും. അവിടെ കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവിടെ റിലീസ് ആവും. ഓക്കെ, അടുത്തത് UB13 നമ്മളിപ്പോൾ നോക്കിയ പോയിന്റാണ്. UB14 ഒരു ചൂൺ ലാറ്ററലായിട്ട് വരുന്ന പോയിന്റാണ്. ലോവർ ഹീ സി പോയിന്റ് ആണ്. പക്ഷെ സാൻജിയോടെ ലോവർ ഹീ സി പോയിന്റ് ആണ്. ട്രിപ്പിൾ വാർമറിന്റെ താഴെയുള്ള ഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രധാനപ്പെട്ട നമ്മൾ ലോവർ ഹീ സി പോയിന്റ്സ് ഒക്കെ ആൾറെഡി നോക്കിയതാണ്. ഓക്കെ, അതിന് എന്തിനൊക്കെ നല്ലതാണെന്ന് ചോദിച്ചാൽ സ്റ്റിഫ്നെസ് ഓഫ് ദ പെയിൻ ഓഫ് ദ വേസ്റ്റ്, ലോവർ അബ്ഡോമിനൽ ഡിസ്റ്റൻഷൻ, ഡൈസൂരിയ, സ്പാസംസ് ആൻഡ് പെയിൻ ഓഫ് ദ ലെഗ് ആൻഡ് ഫുഡ്, പെയിന്റ് ആൻഡ് സൈനോകോപ്പ്. അതായത് കാലിൽ മറ്റേ എന്താ പറയുക, കാലിന് വന്നിട്ട് ഡ്രോപ്പ് ഡൗൺ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്, കാലിന് തീരെ വീക്ക്നെസ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ഓക്കെ, സോ ഇത് ഈ ഒരു പോയിന്റിനുള്ള പ്രത്യേകത എന്താ വെച്ചാൽ ട്രിപ്പിൾ വാർമർ മെറീഡിയന്റെ ഒരു മിനിറ്റ് ട്രിപ്പിൾ വാർമർ മെറീഡിയന്റെ ലോവർ ഹീസി പോയിന്റ് ആയതുകൊണ്ട് ട്രിപ്പിൾ വാർമറിനെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ട്രിപ്പിൾ വാർമർ എന്ന് വെച്ചാൽ ബോഡി ടെമ്പറേച്ചർ അല്ലെങ്കിൽ പൊതുവെയുള്ള വീക്ക്നെസ്, അതേമാതിരി തന്നെ മറ്റേ 3 അബ്ഡമനിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട്, മൊത്തത്തിൽ ബോഡി പെയിൻ അല്ലെങ്കിൽ മൊത്തത്തിലൊരു ബോഡിക്ക് ഒരു റെസ്റ്റ്ലെസ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഈ പോയിന്റ് നല്ലതാണ്. ഇത് വാട്ടർ പാസേജിനെ ഓപ്പൺ ചെയ്യുന്ന പോയിന്റ് ആയതുകൊണ്ട് യൂറിനേഷനെയും ഹെൽപ്പ് ചെയ്യും, എഡിമയ്ക്കും നല്ലതാണ്. ഈ പോയിന്റ് വാട്ടർ പാസേജിനെ ക്ലിയർ ചെയ്യുന്ന പോയിന്റാണ്. കാരണം ട്രിപ്പിൾ വാർമറിന്റെ മെറീഡിയൻ ഹാർമോണൈസ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഒരു ബെനിഫിറ്റ്സും കൂടി ഉണ്ടാവും. ലൊക്കേഷൻ UB14 നിന്ന് ലാറ്ററൽ സൈഡിലേക്ക് 1 ചൂൺ മാറിയിട്ടുള്ള പോയിന്റ്. ഓക്കെ, UB14 നിങ്ങൾ ആൾറെഡി പഠിച്ചു, അത് ഹീസി പോയിന്റ് ആണ് അല്ലെങ്കിൽ വാട്ടർ പോയിന്റ്. ഒരു മിനിറ്റ്, ആരോ ജോയിന്റ് ആവുന്നുണ്ട്, ഒരു മിനിറ്റ്. അപ്പം UB14 എന്നുള്ളത് മറ്റേ നീ മുട്ടിൽ വരുന്ന 5 ട്രാൻസ്പോർട്ടിംഗ് പോയിന്റിലെ ഒരു പോയിന്റ് ആണ്. മെറ്റൽ എലമെന്റ് ആയതുകൊണ്ട് ഏതിലാണിത്? ഹീസി പോയിന്റ് ഏതായിരിക്കും? എർത്ത് പോയിന്റ് ആയിരിക്കും, ശരിയല്ലേ? ഹലോ, ആരെങ്കിലും ഉണ്ടോ? ഞാൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ? ഉറപ്പാ? സംശയമാണ്. UB40 വാട്ടറിലെ ഏത് എലമെന്റ് പോയിന്റാ? ഞാൻ പറഞ്ഞത് ശരിയാണോ ഇല്ലയോ എന്ന് ചോദിക്കുന്നുണ്ട്. ആരും ഉത്തരം ഓക്കെ, സോ ഹീസി പോയിന്റ് ആണ്. അതുപോലെ തന്നെ ലോവർ ബാക്കിന് വളരെയേറെ പ്രാധാന്യമുള്ളൊരു പോയിന്റ് ആണ് അത്. ഒരു മിനിറ്റ് ആലോചിച്ചു. സാർ ഈ UB40 പോലെ തന്നെ ആയിരിക്കൂലേ KD3-യും? മനസ്സിലായില്ല. KD3-യും വാട്ടർ പ്ലസ് എർത്ത് പോയിന്റ് അല്ലേ?
ആണ്. പക്ഷെ എന്നാലും വന്നിട്ട് നമ്മൾ അങ്ങനെ എടുക്കുകയാണെങ്കിൽ പോലും ഓരോന്നിനും അതിൻ്റെതായ ചില പ്രയോറിറ്റി ഉണ്ട്. ഇപ്പൊ K3 എന്ന് പറയുന്നത് ലോവർ ബാക്കിന് നല്ലതാണ്, പക്ഷെ UB40 ആണ് K3നേക്കാളും കുറച്ചുകൂടെ നല്ലത് ട്രീറ്റ്മെന്റ് വൈസ്. ഓക്കെ, രണ്ടും ഫങ്ഷനാലിറ്റി ഒക്കെ ഒന്ന് തന്നെയാണെങ്കിലും ചിലതിന് ചില പ്രത്യേകതകളുണ്ട്. അതായത് യാങ്ങിൻ്റെതായ സ്വഭാവം, ഈ മറ്റേ K3ക്ക് K3യുടേതായ സ്വഭാവം ഉണ്ട്. ഒന്ന് ഇന്നും യാങ്ങും ആയതുകൊണ്ട് നമ്മൾ അങ്ങനെയൊക്കെ ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ പോലും പ്രത്യേകിച്ച് എന്താ പറയാ, ഇപ്പൊ ലോവർ ലുംബാറിന് K3നേക്കാളും നല്ല എഫക്ട് കിട്ടും BL40ക്ക്. അതേമാതിരി കാരണം UB പുറകേക്ക് പോകുന്ന പിന്നെ ബാക്ക് സൈഡിൽ കൂടി പോകുന്നത് കൊണ്ടാണ്. രണ്ടും വാട്ടർ ആണെങ്കിൽ പോലും ഒന്ന് ഇത് പോകുന്ന പാത്ത് ബാക്ക് കൂടിയാണ്, രണ്ട് ഇത് വന്നിട്ട് യാങ് ആയതുകൊണ്ട് യാങ്ങിന് എപ്പോഴും മുകളിലേക്കുള്ള ടെൻഡൻസിയാണ് കൂടുതൽ ലോവർ സൈഡിനേക്കാൾ. അപ്പൊ UB മെറീഡിയനിലെ ഒട്ടുമിക്ക പോയിന്റ്സ് നോക്കിക്കഴിഞ്ഞാൽ മുകളിലുള്ള ഓർഗൻസിനെ കൂടുതൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഇതിന്റെ സിംറ്റംസ് ഒക്കെ ഉണ്ടാവുക. ഓക്കെ, അതേമാതിരി തന്നെ കാലുകളുടെ വീക്ക്നെസ്സിനും ലോവർ എക്സ്ട്രിമിറ്റീസിനൊക്കെ സപ്പ് ചെയ്യുന്നു. അതേമാതിരി തന്നെ സ്കിന്നിലും മറ്റുണ്ടാകുന്ന റാഷസ്, ചൊറിച്ചില്, അതേമാതിരി സ്കിന്നിൽ പല രീതിയിലുള്ള നമുക്ക് ഇഷ്യൂസ് വരാറുണ്ട് അല്ലേ. അങ്ങനെ സ്കിൻ റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസിന് വളരെ നല്ല പോയിന്റാണ് UB40. K3നേക്കാളും നമുക്ക് ഇതാണ് കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് ഉണ്ടാവുക സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അങ്ങനെ സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് SP10 വളരെ നല്ല പോയിന്റാണ്. അതേമാതിരി തന്നെ LU5 നല്ല പോയിന്റാണ്. ഇതൊക്കെ തന്നെ വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ് സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ഓക്കെ, അതേമാതിരി അബ്ഡമനിൽ പെയിന്, വോമിറ്റിംഗ്, ഡയറിയയ്ക്ക് നല്ലതാണ്. എനൂറോസിസ്, അതായത് പെയിൻഫുൾ യൂറിനേഷൻ, അതല്ലെങ്കിൽ യൂറിനിൽ ചെറിയ ബ്ലഡിന്റെ സ്പോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറാൻ നല്ലതാണ്. അതേമാതിരി തന്നെ ബ്ലഡിലെ ഹീറ്റ് കുറയാനും ഈ പോയിന്റ് വളരെ നല്ലതാണ്. ഫംഗ്ഷനിൽ നോക്കിയേക്കാൻ നിങ്ങൾക്ക് കാണാം, ഇറ്റ് ക്ലിയേഴ്സ് ദ ഹീറ്റ്, ഡാമ്പിനെസ്സിനെ റിസോൾവ് ചെയ്യുന്നു. അപ്പോൾ അവിടെ എഡിമയൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാനും കൂടെ നല്ലതാണ്. ബെനിഫിറ്റ്സ് ദ ലുംബാർ ഏരിയ ആൻഡ് നീസ്, കൂൾസ് ദ ബ്ലഡ്. അതായത് അതുകൊണ്ടാണ് സ്കിൻ റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസ് ഒട്ടുമിക്കതും, എല്ലാം നല്ല ഒട്ടുമിക്കതും അതിനൊരു അവിടെ ഹീറ്റുമായിട്ട് എന്തെങ്കിലും ഒരു കണക്ഷൻ കാണുന്നുണ്ടോ. അപ്പോൾ ആ ബ്ലഡ് കൂളാകുന്ന സമയത്ത് സ്കിന്നിന് ഉള്ള ഇഷ്യൂസ് കുറയും. ക്ലിയർ സമ്മർ ഹീറ്റ് ആക്ടിവേറ്റ്സ് ദ മെറീഡിയൻ, റിലീവ് ദ പെയിൻ. ലോവർ ബാക്ക് കണ്ടീഷനും അതേമാതിരി തന്നെ അക്യൂട്ട് ആണെങ്കിലും ശരി, ക്രോണിക് കണ്ടീഷനിലാണെങ്കിലും ശരി, സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ രണ്ട് കാര്യങ്ങൾ, അതായത് ലോവർ ബാക്ക് ആൻഡ് സ്കിൻ റിലേറ്റഡ് ഇഷ്യൂസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് UB40 എന്നുള്ള പോയിന്റ്. അപ്പോൾ ഇങ്ങനെ ഇഷ്യൂസ് വരുമ്പോൾ മറക്കാണ്ട് ഈ പോയിന്റ് നിങ്ങൾക്ക് ചെയ്യാം. അതേമാതിരി തന്നെ TCMൽ വന്നിട്ട് ഈ UB40യിൽ നിങ്ങൾ വെറുതെ കപ്പ് മാത്രം ചെയ്തിട്ട് ആ UB40യിൽ മാത്രം ബ്ലഡ് ലിറ്റിങ് ചെയ്യുക. അതായത് നമ്മൾ സൂചി തന്നെ ഉപയോഗിച്ചിട്ട് 1-2 സ്പോട്ടോ അല്ലെങ്കിൽ 7 മറ്റേ 7 നീഡിൽസോ 5 നീഡിൽസോ കൊണ്ടിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക, അല്ലെങ്കിൽ 3 എഡ്ജ് നീഡിൽ കൊണ്ട് മറ്റേ ജസ്റ്റ് ഒന്ന് പ്രിക്ക് ചെയ്തിട്ട് ഒരു കപ്പ് വെച്ച് കഴിഞ്ഞാൽ തന്നെ മറ്റേ വെരിക്കോസ് വെയിനൊക്കെ ഉള്ളവർക്ക് വന്നിട്ട് നിറയെ മാറ്റങ്ങൾ കാണും. എന്നിട്ട് ഒരിക്കൽ ചെയ്ത ശേഷം 2 ആഴ്ചയോ 3 ആഴ്ചയോ കഴിഞ്ഞിട്ട് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ നമ്മുടെ വെരിക്കോസ് വെയിന് നല്ല മാറ്റം കാണും കേട്ടോ. വേറെ ഒരു പോയിന്റും കൂടെ ഉപയോഗിക്കാതെ നമുക്ക് UB40 തന്നെ വെരിക്കോസിന് മാറ്റിയെടുക്കാൻ പറ്റും. ബാക്കി നമ്മൾ LU9, ST41, SP5 ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് കുറച്ച് പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടാൻ വളരെ നല്ലതാണ്. ഓക്കെ, UB40 നമുക്ക് ലൊക്കേഷൻ അറിയാം, മുട്ടിന്റെ മധ്യഭാഗത്താണ്. കാൽമുട്ട് മടക്കുന്ന സമയത്ത് ഇപ്പൊ ചില ആളുകൾക്ക് 3-4 ക്രീസ് കാണും. അതിലെ മെയിൻ ക്രീസിലാണ് ജോയിന്റിന്റെ നേരെ ബാക്കിൽ മധ്യഭാഗത്ത് വരുന്ന പോയിന്റാണ് UB40. ഓക്കെ, സോ ഇനി നമ്മളിപ്പോൾ ഒരു മെറീഡിയൻ 1.5 ചൂണിൽ നിന്ന് വന്ന് ബട്ടക്സിലേക്ക് ഇറങ്ങി തിരിച്ച് ബട്ടക്സിലേക്ക് കയറി കാൽമുട്ടിന്റെ കൂടെ വന്ന് നേരെ കാൽമുട്ടിന്റെ മധ്യഭാഗത്ത് വരെ വന്നതാണ് പഠിച്ചത്. ഇനി തിരിച്ച് മെറീഡിയനെ വന്ന് നമ്മൾ പോയിന്റ്സ് പഠിക്കുന്നത് 41 എന്ന് പറയുന്നത് തിരിച്ച് നമ്മൾ മറ്റേ തൊറാസിക്കിന്ന് 3 ചൂൺ മാറിയിട്ട് ഉള്ള പോയിന്റ്സിനാണ് നമ്പറിങ് സിസ്റ്റം. ചില സിസ്റ്റത്തിൽ വന്നിട്ട് നേരെ തിരിച്ചിട്ടാണ് കാണുക. അങ്ങനെ വരുന്ന സമയത്ത് 1.5 ചൂണിലുള്ളത് നമ്മൾ നേരത്തെ എത്ര പോയിന്റ് പറഞ്ഞു, BL11 പഠിച്ചിട്ടുണ്ടെങ്കിൽ BL12 നമ്മൾ തൊറാസിക് 2ന്റെ താഴെ ആയിരിക്കും പഠിച്ചിട്ടാവുക. വേറെ മറ്റേ ചില പുസ്തകങ്ങൾ നേരെ തിരിച്ച് കാണും. ഈ നമ്മൾ പഠിക്കാൻ പോകുന്ന
41 എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ 12 എന്ന് പറഞ്ഞിട്ട് കാണും. TCM സിസ്റ്റം പ്രകാരം നമ്മൾ ഈ സിസ്റ്റമാണ് ഫോളോ അപ്പ് ചെയ്യുന്നത്. ആദ്യം 1.5 ചൂണുള്ള മെറീഡിയനിലെ പോയിന്റ്സ് കഴിഞ്ഞ ശേഷം കാൽമുട്ടിൽ എത്തിയ ശേഷം തിരിച്ചും തൊറാസിക്കിൽ നിന്ന് നമ്മൾ തുടങ്ങും. ക്ലിയർ ആണോ? ഹലോ ഹലോ ഹലോ. ഓക്കെ ഓക്കെ ക്ലിയർ ആണ് സർ. ഓക്കെ. അപ്പോൾ അടുത്തത് UB41 എന്നുള്ള പോയിന്റ് ആണ്. നമ്മൾ കാൽമുട്ടിൽ നിന്ന് തിരിച്ച് മേലെ നമ്മുടെ അപ്പർ തൊറാസിക്കിൽ തൊറാസിക് 2 വെർട്ടിബ്രയുടെ 3 ചൂൺ ലാറ്ററലായിട്ട് വരുന്ന പോയിന്റ് ആണ് BL41. പിന്നെ നിങ്ങൾ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതിന്റെ പാരലായിട്ട് 1.5 ചൂണിലും എല്ലാ ഈ 3 ചൂണിന്റെ അടുത്തുനിന്ന് തന്നെ ഒരു ചൂണ്ട മറ്റേ 1.5 ചൂണിലും ഓരോ പോയിന്റ്സ് ഉണ്ടാവും. ഇതെല്ലാം തന്നെ കോമൺ ആയിട്ട് നമുക്ക് എല്ലാ ഇൻഡിക്കേഷൻസും ഫങ്ഷനാലിറ്റിയും യൂസ് ചെയ്യാം. ചില സമയത്ത് നമ്മളിവിടെ മാറ്റി എഴുതിയിട്ടുണ്ടെങ്കിൽ ഇത് ആ പോയിന്റിന് അപ്ലിക്കബിൾ ആണ്, ആ പോയിന്റ് ഉള്ളത് ഈ പോയിന്റിന് അപ്ലിക്കബിൾ ആണ്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ ഇതിന്റെ ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞു വെച്ചാൽ റിജിഡിറ്റി ആൻഡ് പെയിൻ ഓഫ് ദ നെക്ക്, സ്പാസം ഓഫ് ദ ഷോൾഡർ ആൻഡ് ബാക്ക്. അതായത് നെക്കും അതേമാതിരി തന്നെ ഷോൾഡറുമായിട്ട് ബന്ധപ്പെട്ടൊരു വളരെ നല്ല പോയിന്റ് ആണ്. അതേമാതിരി തന്നെ എൽബോവും ആമും ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്നെസ്സിനും സിവിയർ ആയിട്ടുള്ള വേദനയ്ക്കൊക്കെ തന്നെ നിങ്ങൾക്ക് ഈ UB41 കൂടെ ഉപയോഗിക്കാം. ഓക്കെ, മെറീഡിയനെ ആക്ടിവേറ്റ് ചെയ്യുന്നു, ഡിസ്പെൽസ് കോൾഡ് ആൻഡ് വിൻഡ്, റിലീവ്സ് പെയിൻ. UB41 എന്നുള്ളത് തൊറാസിക് 2ാമത്തെയും 3ാമത്തെയും വെർട്ടിബ്രയുടെ 3 ചൂൺ മാറിയിട്ടുള്ള പോയിന്റ് ആണ്. അത് അപ്രോക്സിമേറ്റ്ലി നമ്മുടെ ഷോൾഡർ ബ്ലേഡ് എന്ന് പറയുന്നതിന്റെ ഏറ്റവും മുകളിൽ വരുന്ന പോയിന്റ് ആണ്. ഈ ഭാഗം ഷോൾഡർ ഇഷ്യൂസ് ഉള്ള ആളുകൾക്കും അതേമാതിരി തന്നെ നെക്ക് ഇഷ്യൂസ് ഉള്ള ആളുകൾക്കും തന്നെ ഈ പോയിന്റിൽ നമ്മൾ കൈകൊണ്ട് അമർത്തുമ്പോൾ തന്നെ നല്ല വേദനയുണ്ടാവും. ഓക്കെ, ടെൻഷൻ കൂടുതലാകുന്ന ആളുകളിലും ഈ UB41 എന്നുള്ള പോയിന്റിൽ നല്ല പെയിൻ ഉണ്ടാവും. ചിലപ്പോൾ ഫ്രോഷൻ ഷോൾഡർ ആയിട്ട് വരുന്ന ആളുകൾക്ക് ഈ പോയിന്റിൽ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്താൽ തന്നെ പലപ്പോഴും ഫ്രോഷൻ ഷോൾഡർ ഓപ്പൺ ആവാറുണ്ട്. ഓക്കെ, സോ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറഞ്ഞു, ബാക്ക് ഷൂ പോയിന്റ്സ് എല്ലാം തന്നെ 1.5 ചൂൺ ദൂരത്തിലാണ് വരുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ബാക്ക് ഷൂവിൻ്റെ നേരെ 1.5 ചൂൺ കൂടി മാറി വരുന്ന പോയിന്റുകളും സെക്കൻഡ് ബാക്ക് ഷൂ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മനസ്സിലായോ? നമ്മൾ പറയും ഒരു അയാൾ ഏറ്റവും ലെഫ്റ്റ് ഹാൻഡ് ആണ്, മറ്റേ ആൾ റൈറ്റ് ഹാൻഡ് ആണെന്ന് പറയുന്നത് പോലെ തന്നെ ബാക്ക് ഷൂ പോയിന്റ്സ് ശരിക്കും പറഞ്ഞാൽ 1.5 ചൂൺ മാറിയിട്ടുള്ള പോയിന്റിൽ തന്നെയാണ് വരുന്നത്. പക്ഷേ 3 ചൂണിൽ വരുന്ന പോയിന്റിനും ഇതിൻ്റെയൊക്കെ ഗുണം ഉണ്ടാകും. കാരണം തൊട്ടടുത്ത് വരുന്ന പോയിന്റ് ആണ്. വേണമെങ്കിൽ നമുക്ക് സെക്കൻഡറി ആയിട്ടുള്ള ബാക്ക് ഷൂ പോയിന്റ് കൂടെ ഇടാം. ഇപ്പം നിങ്ങൾ വലിയ കപ്പൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ സൈഡിലാണ്, സ്പൈനലിന്റെ സൈഡിലാണ് വെക്കണമെങ്കിൽ ഈ 1.5 ചൂണും കവറാകും, 3 ചൂണും കവറാകും. ഒരു മസാജ് ചെയ്യുമ്പോഴായിക്കോട്ടെ ഈ 1.5 ചൂണും 3 ചൂണും കവറാകും. ഓക്കെ, അതുമാത്രമല്ല അടുത്തടുത്തുള്ള പോയിന്റ് ആയതുകൊണ്ട് സെയിം ഫങ്ഷനാലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ഈ എങ്ങനെയാണോ 0.13 മറ്റേ 1.5 ചൂണിൽ നിങ്ങൾക്ക് ഈ പോയിന്റ്സ് ഒക്കെ ഇമ്പോർട്ടന്റ്, അതേപോലെ തന്നെ ഇതിന്റെ 3 ചൂൺ മാറിയിട്ടുള്ള പോയിന്റിലും സ്പൈനലിന്റെ മധ്യഭാഗത്ത് നിന്ന് 3 ചൂൺ മാറിയിട്ടുള്ള പോയിന്റിലും ആൾമോസ്റ്റ് ഇതേ ഗുണമൊക്കെ അതിൻ്റെ കൂടെ ഉണ്ടാവും. മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും കല്ലിനുണ്ടാകും സൗരഭ്യം എന്ന് പറയുന്ന പോലെ തന്നെ അതിൻ്റെ അടുത്ത് വരുന്ന പോയിന്റ്സ് ആണ്. അപ്പോൾ സെയിം ഫങ്ഷനാലിറ്റിയും അത്ര തന്നെ അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ BL42 എന്ന് പറയുന്ന പോയിന്റ് ബാക്കിലാണ്, സ്പൈനലിൽ നിന്നും 3 ചൂൺ മാറിയിട്ടുള്ള പോയിന്റ് ആണ്. 3ാമത്തെ സ്പൈനൽ പ്രോസസ്സിന്റെ ലോവർ ബാക്സിൽ വരുന്നതാണ്, അല്ലെങ്കിൽ 3ാമത്തെയും 4ാമത്തെയും വെർട്ടിബ്രയുടെ മധ്യഭാഗത്ത് വരുന്ന പോയിന്റ് ആണ് UB42. ഓക്കെ, ചുമയ്ക്ക് നല്ലതാണ്, ആസ്മയ്ക്ക് നല്ലതാണ്. അതേമാതിരി തന്നെ ലങ്സിൽ TB ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറാൻ നമുക്ക് ഈ പോയിന്റ് നല്ലതാണ്. ലങ്ങിനെ റീജനറേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന പോയിന്റ് ആണ്. കാരണം UB42 എന്നുള്ളത് വന്നിട്ട് നമ്മൾ പറഞ്ഞു ഇവിടെ ലങ്ങിന്റെ ഏതാ പറഞ്ഞത് BL13, UB13 13 എന്ന് പറയുന്ന പോയിന്റിന്റെ 1.5 ചൂൺ മാറിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതിനും എന്തിന്റെ ഗുണമുണ്ട്? ആ UB13ന്റെ ഏകദേശം എല്ലാ ഗുണങ്ങളും ഉണ്ടാവും. ലങ്ങിന്റെ സെക്കൻഡറി ബാക്ക് ഷൂ പോയിന്റ് ആയിട്ടോ അല്ലെങ്കിൽ ഔട്ടർ ബാക്ക് ഷൂ പോയിന്റ് ആയിട്ട് നമുക്ക് ഇതിനെ പറയാൻ പറ്റും. അപ്പോൾ UB13ന്റെ എല്ലാ ഇൻഡിക്കേഷൻസും നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. It descends rebellus lungi, relieves cough, activates the meridian,
alleviates the pain. അപ്പോൾ നോട്ട്സിൽ എന്താണ് UB40T is outer back shoe of the lung. Its specially features is that it helps that to treat the psychological, spiritual aspects of the lung. So it is generally used to treat prolonged sadness and grief. അതായത് ഒരാൾക്ക് ഒരുപാട് ഇപ്പം നമ്മൾ പല ആൾക്കാരെയും കാണും അല്ലേ, ചിലവരൊക്കെ വന്നിട്ട് അവരുടെ ആരെങ്കിലും വേണ്ടപ്പെട്ട ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ, അത് അച്ഛനായിക്കോട്ടെ അമ്മയായിക്കോട്ടെ കൂടപ്പിറപ്പുകളോ ഭാര്യയോ ഭർത്താവോ ആരെങ്കിലും തന്നെ മരിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും നമുക്ക് സങ്കടങ്ങൾ ഉണ്ടാവും, കരയും എല്ലാം ചെയ്യും. പക്ഷെ ഒരു സർട്ടൻ പീരിയഡ്, അത് ഓരോ വ്യക്തിയുടെയും എനർജി ബാലൻസിനെ വെച്ചിട്ട് വ്യത്യാസം ഉണ്ടാവും. ചിലർ 10 കൊല്ലം 15 കൊല്ലം കഴിഞ്ഞാലും അതേ സാഡ്നെസ് തന്നെ ഇരിക്കും. 5 കൊല്ലം 6 കൊല്ലം കഴിഞ്ഞു കഴിഞ്ഞാൽ പോലും വെറുതെ ഇരിക്കുന്ന സമയത്തും ആരുടെങ്കിലൊക്കെ സംസാരിക്കുന്ന സമയത്തും അവരുടെ ഈ മരണത്തിനെ കുറിച്ചിട്ടുള്ള സാഡ്നെസ്സും ഗ്രിഫായിരിക്കും. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്, അത് ഏത് രീതിയിലുള്ള ഗ്രിഫ്നെസ് ആയിക്കോട്ടെ സാഡ്നെസ് ആയിക്കോട്ടെ അത്. സോ ഇങ്ങനെ നിരന്തരമായിട്ട് ലോങ് ടേം ആയിട്ട് മറ്റേ സാഡ്നെസ്സും ഗ്രിഫും ക്യാരി ഫോർവേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ UB42 വളരെ നല്ല പോയിന്റാണ്. ഓക്കെ, മറ്റേ ഇത് അവരുടെ എമോഷണൽ ആസ്പെക്ട്സുമായിട്ട് കണക്ട് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പോയിന്റാണ്. തൊറാസിക് ഏതാ പറഞ്ഞാൽ നമ്മൾ 3നും 4നും ഇടയിലുള്ള ഗ്യാപ്പിൽ വരുന്ന 3 ചൂൺ മാറിയിട്ട് വരുന്ന പോയിന്റാണ് ഈ UB42. ഞാൻ പറഞ്ഞു UB41 പ്രസ് ചെയ്യുന്ന സമയത്ത് നല്ല വേദന ഉണ്ടാവും. അത് തന്നെ എമോഷണൽ ആസ്പെക്ട്സിലാണെങ്കിൽ ഈ പോയിന്റ് പ്രസ് ചെയ്യുമ്പോൾ ഭയങ്കര സിവിയർ ആയിട്ട് വേദന ഉണ്ടാവും. ലോങ് ടേം ക്രോണിക്കൽ ഡിസീസ് ഒക്കെ ആയിട്ട് മെന്റലി വന്നിട്ട് അവർക്ക് ആ അസുഖം കാരണമുള്ള എമോഷണൽ ആസ്പെക്ട്സ് ഒക്കെ വന്നാൽ പോലും അതൊക്കെ നിങ്ങൾക്ക് ഈ UB42 പ്രഷർ കൊടുക്കുമ്പോൾ തന്നെ സിവിയർ ആയിട്ട് പെയിൻ ഉണ്ടെങ്കിൽ അവർക്ക് അറിഞ്ഞോ അറിയാതെയോ ഒരു ലോങ് ടേം മനസ്സിനെ ബാധിച്ച എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും. അത് പ്രത്യേകിച്ച് സങ്കടകരമായ കാര്യങ്ങൾ. നിങ്ങൾ ബോഡി തെറാപ്പി ഒക്കെ ചെയ്യുന്ന സമയത്ത് അവിടെ പെയിൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ഏതോ ഒരു രീതിയിൽ അവർ കുറേ ക്രോണിക്കലായിട്ട് അവർ ഏതോ ഒരു സാഡ്നെസ്സിനെ ക്യാരി ചെയ്യുന്നുണ്ടാവും. ചിലവർക്ക് അവർക്ക് പോലും ഓർമ്മയുണ്ടാവില്ല. ഓക്കെ, അത് പിന്നീട് റീകളക്ട് ചെയ്യുമ്പോഴാണ് അവർക്ക് അറിയാം അടിമനസ്സിനകത്ത് അത് ഉറച്ചു കിടക്കുന്നത്. അടുത്തത് UB43 എന്നുള്ള പോയിന്റാണ്. എവിടുന്നാണെന്ന് വെച്ചാൽ 4th and 5th തൊറാസിക് വെർട്ടിബ്രയുടെ ഇടയിൽ നിന്നും 3 ചൂൺ മാറിയിട്ടുള്ള പോയിന്റാണ്. അതും ഇതേമാതിരി തന്നെ ലങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന പോയിന്റാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ TBക്ക് ഉപയോഗിക്കാം, കഫിന്, ആസ്മ, അതേമാതിരി വിശപ്പില്ലായ്മ, അതേമാതിരി തന്നെ മോഷൻ ലൂസായിട്ടാണ് പോകുന്നെങ്കിൽ ഓക്കെ, അതേമാതിരി തന്നെ വീക്ക്നെസ്, അതേമാതിരി തന്നെ വിമ്മിഷ്ടം, അതായത് എമിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതായത് ഇപ്പം ഞാൻ കരയുന്നുള്ള രീതിയിലുള്ള ഒരു 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 എന്താ പറയുക എമോഷൻസ് ഉണ്ടല്ലോ. ഓക്കെ, ഒരാൾ ചീത്ത പറയുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് മറ്റേ നമ്മുടെ വീക്ക്നെസ് ഉള്ള കാര്യങ്ങളായിട്ട് ചിലർ സംസാരിക്കുമ്പോൾ നമുക്ക് അറിയാതെ തന്നെ കരയാനുള്ള ടെൻഡൻസി ഉണ്ട്. സോ ആ വിമ്മിഷ്ടം, അതേമാതിരി തന്നെ മറ്റേ സ്പെർമറ്റോറിയ അല്ലെങ്കിൽ നൈറ്റ് സ്വെറ്റിംഗ്, പുവർ മെമ്മറി, അതായത് സ്പെർമറ്റോറിയ നിങ്ങൾക്കറിയാം, മറ്റേ ഇൻവോളണ്ടറി എജാക്കുലേഷൻ. ഓക്കെ, അതൊക്കെ തന്നെ. അതേമാതിരി തന്നെ ഷോൾഡറിലും ബാക്കിലും ഉണ്ടാകുന്ന പെയിനൊക്കെ മാറാൻ നല്ലതാണ്. ലങ്ങിൻ്റെ ഇൻ പാർട്ടിനെ സപ്പോർട്ട് ചെയ്യുന്ന പോയിന്റാണ്. മൊത്തത്തിലുള്ള ചീനെ സപ്പോർട്ട് ചെയ്യുന്ന പോയിന്റാണ്. അതുകൊണ്ട് തന്നെ ഇത് ബോഡിയിലേക്കും സ്ട്രെങ്തൻ കിട്ടും. നമ്മുടെ പ്രധാനപ്പെട്ട എസൻസിനെ നൊറിഷ് ചെയ്യുന്ന പോയിന്റാണ്. UB43 is unique in that it tonifies the chi of the whole body and strengthens weak and deficient people. അതായത് വളരെ വീക്കായിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിലും എനർജി ഡെഫിഷ്യൻ്റ് ഉള്ള ആളുകൾക്കാണെങ്കിൽ തന്നെ UB43 നിങ്ങൾ വന്നിട്ട് റെഗുലറായിട്ട് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ എൻറ്റയർ ബോഡിയിലുള്ള എസൻസിനെ അല്ലെങ്കിൽ ചീനെ മറ്റേ സപ്പോർട്ട് ചെയ്യുന്ന പോയിന്റാണ്. മോക്സ കൊടുക്കുന്നതും ഈ പോയിന്റിന് വളരെയേറെ നല്ലതാണ്. UB43 തൊറാസിക് 4നും 5നും ഇടയിലുള്ള 3 ചൂൺ മാറി വരുന്ന പോയിന്റാണ്. ഈ ഭാഗം നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എൻ്റെയർ ആയിട്ടുള്ള ചീ തന്നെ സർക്കുലേഷൻ നല്ല ഇമ്പ്രൂവ് ആകും. അങ്ങനെയാണെങ്കിൽ ബ്ലഡ് സർക്കുലേഷനും ഓട്ടോമാറ്റിക്കലി ഇമ്പ്രൂവ് ആകും. അത് തന്നെ കൊണ്ട് തന്നെ വീക്ക്നെസ് വളരെ കുറവായിരിക്കും ഉണ്ടാവുക ഇത് പോയിന്റ് ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ. ഓക്കെ, ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചോ?
ഹലോ. ഇല്ല സർ. ആ ശരി, എനിക്ക് സത്യം പറഞ്ഞാൽ ഉറക്കം വരുന്നുണ്ട്. ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കുന്ന ഫീൽ ഉള്ളതുകൊണ്ട്. UB44 വന്നിട്ട് ഓൺ ദ ബാക്ക്, അതായത് അഞ്ചാമത്തെയും ആറാമത്തെയും വെർട്ടിബ്രയുടെ ഇടയിലുള്ള സ്പൈനൽ കോഡിൽ നിന്ന് 3 ചൂൺ മാറിയിട്ടുള്ള പോയിന്റാണ് BL44 എന്ന് പറയുന്നത്. ഇൻഡിക്കേഷൻ എന്തിനേക്കാ വെച്ചാൽ അത് ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കിടക്കുന്നു. അതായത് നിങ്ങൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുള്ളത്, ഈ ഓരോ വെർട്ടിബ്രയും ഓരോ ഓർഗണായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. വെർട്ടിബ്ര ആൻഡ് ഓർഗൻ കമ്മ്യൂണിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ, സോ ഇത് നോക്കിയാൽ തന്നെ നിങ്ങൾക്കറിയാം ആ സ്പൈനലിന്റെ ഭാഗത്ത് നിങ്ങൾ തൊടുമ്പോൾ പെയിൻ ഉണ്ടെങ്കിൽ തന്നെ ഉറപ്പായിട്ട് എന്തുകൂടെ മനസ്സിലാക്കാന്ന് വെച്ചാൽ ആ ഓർഗണും ബ്രെയിനുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ അല്ലാത്തത് കൊണ്ട് അതാത് ഓർഗണിൽ എനർജി ഇംബാലൻസിനെ അത് കാണിക്കും. മനസ്സിലാവുണ്ടോ? ഹലോ. മനസ്സിലായി സർ. നിങ്ങൾ ഡെർമറ്റോമിന്റെ ഹിസ്റ്ററി എടുത്താലും നിങ്ങൾക്ക് മനസ്സിലാകും. വെർട്ടിബ്രാസ് ആൻഡ് ഓർഗൻ കണക്ഷന്റെ ചാർട്ട് നിങ്ങൾക്ക് ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. അതെടുത്തു കഴിഞ്ഞാൽ തന്നെ ഇതൊന്നും നമുക്ക് ഓരോ പോയിന്റ് ആയിട്ട് പേര് പറഞ്ഞ് പഠിക്കണം എന്നൊന്നുമില്ല. പക്ഷെ മനസ്സിലാക്കേണ്ടത് ഓരോ വെർട്ടിബ്രയും ഏതൊക്കെ ഓർഗണുമായിട്ട് കണക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ സ്ഥലത്ത് തൊടുമ്പോൾ, സ്പൈനലിൽ തൊടുമ്പോൾ, അതിൻ്റെ വശങ്ങളിൽ തൊടുമ്പോൾ, ഈ പോയിന്റുകളിൽ തൊടുമ്പോൾ പെയിൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടെ ഒരു മറ്റേ എന്താ പറയുക, സർക്കുലേഷൻ പ്രോപ്പർ അല്ല. അതുകൊണ്ട് തന്നെ ആ ഓർഗണും ബ്രെയിനും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ആ ഓർഗൻസിന് എനർജി ബാലൻസ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ ഈ തൊറാസിക് 4 and 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ടിലേക്ക് പോകുന്ന മറ്റേ വെർട്ടിബ്രയും കൂടെ ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ കാർഡിയാക്കും ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂസിന് നല്ലതാണ്. പാൽപിറ്റേഷൻ, അതായത് എന്തെങ്കിലും കേട്ടാലോ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നെഞ്ചിലെ പടവടപ്പ് കൂടുതലുള്ളവർക്ക് നല്ലതാണ് ഈ പോയിന്റ്. ഉറക്കക്കുറവിന് ഈ പോയിന്റ് നല്ലതാണ്. ചെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അത് ചെസ്റ്റ് കൺജഷൻ ആയിക്കോട്ടെ, കഫ് ആയിക്കോട്ടെ, ആസ്മ റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസ് ആയിക്കോട്ടെ, ഇതിനെല്ലാം തന്നെ നല്ലതാണ്. അതിനൊപ്പം തന്നെ പെയിൻ ഓഫ് ദ ഷോൾഡർ ആൻഡ് ബാക്ക്, ഈ പോയിന്റ്, ഈ BL44 എന്നുള്ള പോയിന്റ് UB മെറീഡിയനെ മൊത്തത്തിൽ ആക്ടിവേറ്റ് ചെയ്യുന്നു, ചെസ്റ്റിനെ റിലീസ് ചെയ്യുന്നു. ചെസ്റ്റ് റിലീസ് ആയി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഷെന്നിന് കാംനെസ് ഉണ്ടാവും. ഓക്കെ. UB44 ഈസ് ഔട്ടർ ബാക്ക് ഷൂ ഓഫ് ദ ഹാർട്ട്. ഹാർട്ടിന്റെ ഔട്ടർ ബാക്ക് ഷൂ പോയിന്റ് ആണ്. ഇറ്റ് സ്പെഷ്യൽ ഫീച്ചർ ഈസ് ദാറ്റ് ഇറ്റ് ഹെൽപ്സ് ടു ട്രീറ്റ്, അതായത് ഈ ഔട്ടർ ബാക്ക് ഷൂ പോയിന്റ്സ് ഒക്കെ ആൾമോസ്റ്റ് എല്ലാം തന്നെ ഒരു ഓർഗണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്ന സ്പിരിച്വൽ ആസ്പെക്ട്സ് അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ആസ്പെക്ട്സിനെ ട്രീറ്റ് ചെയ്യാൻ നല്ലതാണ്. ആ ഓർഗനെ ഡയറക്റ്റ് ആയിട്ട് അതിൻ്റെ ചീനെ ട്രാക്ട് ചെയ്യാൻ ബാക്ക് ഷൂ പോയിന്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഔട്ടർ ബാക്ക് ഷൂ പോയിന്റ് അവിടെ സൈക്കോളജിക്കലും അതേമാതിരി തന്നെ സ്പിരിച്വൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ ട്രീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. അപ്പോൾ ഹാർട്ടിന്റെ സ്പിരിച്വൽ അല്ലെങ്കിൽ ഈ സൈക്കോളജിക്കൽ ആസ്പെക്ട്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസൈറ്റി, ഇൻസൊമാനിയ ആൻഡ് ഡിപ്രഷൻ. അപ്പോൾ ഈ പോയിന്റ് ഉള്ളതൊക്കെ നിങ്ങൾക്ക് ഈ പോയിന്റ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് നീഡിൽ ചെയ്യാം, മോക്സ കാണിക്കാം. അതല്ല എങ്കിൽ മറ്റേ ആൻസൈറ്റി ഉള്ള സമയത്ത് മോക്സ കാണിക്കണ്ട കേട്ടോ. ഓക്കെ. ഡിപ്രഷൻ ഒക്കെ ഉണ്ടെങ്കിൽ മോക്സ ഉപയോഗിക്കാം. അതേമാതിരി തന്നെ ഇറിറ്റേഷൻ ഒക്കെ ഉള്ള സമയത്തൊക്കെ ആണെങ്കിൽ ഈ ഫയർ പോയിന്റ്സിനൊന്നും കൂടുതൽ എന്ത് ചെയ്യണ്ട, മോക്സ കൊടുക്കണ്ട. അതിന് പകരം നിങ്ങൾക്ക് നീഡിൽസ് ഉപയോഗിക്കാം. ഈവൻ നിങ്ങൾക്ക് കപ്പ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒരാൾക്ക് ഭയങ്കര ആൻസൈറ്റി ആണെങ്കിൽ നിങ്ങൾക്ക് വാട്ടർ കപ്പ് ചെയ്യാൻ അറിയില്ലേ? വാട്ടർ കപ്പ് ഉപയോഗിച്ചാൽ മതി, പെട്ടെന്ന് കാംനെസ് വരും. ഓക്കെ. അതേമാതിരി ഉറക്കക്കുറവ് എന്ന് പറയുന്നത് ഒട്ടുമിക്കതും വന്നിട്ട് ഫയർ കൂടുതലുള്ള കേസസിലാണെങ്കിൽ നിങ്ങൾ കപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് വാട്ടർ കപ്പ് ഉപയോഗിച്ചാൽ മതി. ഓക്കെ. പക്ഷെ ഡിപ്രഷൻ എത്ര കപ്പില് ഈ BL44ന്റെ ബൈലാറ്ററൽ ചെയ്യേ? ബൈലാറ്ററൽ ഒരു സൈഡ് ചെയ്താലും മതി. നിങ്ങൾ പ്രസ് ചെയ്ത് നോക്കിയിട്ട് ഏത് ഭാഗത്താണോ പെയിൻ കൂടുതൽ ആ ഭാഗം ഉപയോഗിക്കുന്നതാണ് എപ്പോഴും അഡ്വൈസബിൾ. അതല്ല കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ രണ്ടു വശത്തും പറ്റും. തൊറാസിക് 5ന്റെ അടുത്തത് BL45 ആണ്. ആറാമത്തെ തൊറാസിക് വെർട്ടിബ്രയുടെ താഴെയുള്ള പോയിന്റ് ആണ്. സെൻട്രലിൽ നിന്നും 3 ചൂൺ മാറിയിട്ടുള്ള പോയിന്റ് ആണ്. കഫിനും ആസ്മയ്ക്കും അതേമാതിരി തന്നെ ഷോൾഡറിനെ സപ്പോർട്ട് ചെയ്യുന്ന പോയിന്റ് ആണ്. ലങ്സിനെ ഡിസെൻഡ് ചെയ്യുന്നു, ഹീറ്റിനെ ക്ലിയർ ചെയ്യുന്നു, മെറീഡിയനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. പെയിൻ മാറാൻ നല്ലതാണ്. പ്രത്യേകിച്ച് ഈ പോയിന്റിന്റെ അപ്പർ ഏരിയയിൽ ഉണ്ടാകുന്ന പെയിൻ മാറാൻ ഈ പോയിന്റ് വളരെയേറെ യൂസ്ഫുൾ ആണ്. ഓക്കെ. ആറാമത്തെ വെർട്ടിബ്രയുടെ
താഴെ നിന്നും 3 ചൂൺ ലാറ്ററലുള്ള പോയിന്റാണ് ഈ BL45 എന്നുള്ള പോയിന്റ്. അടുത്തത് BL46 എന്നുള്ള പോയിന്റ് ആണ്. 7ാമത്തെ വെർട്ടിബ്രയിൽ നിന്നും 3 ചൂൺ മാറിയിട്ടുള്ള പോയിന്റ് ആണ്. അതായത് നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ പലർക്കും ഇറക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അത് വെള്ളമായിക്കോട്ടെ, തുപ്പലായിക്കോട്ടെ, ചിലപ്പോൾ കഴിക്കുന്ന സാധനങ്ങളായിക്കോട്ടെ, ഇതൊക്കെ ഇറക്കാൻ ഭയങ്കര അതിനകത്ത് ഒരു പെയിൻ, ഇൻഫർമേഷൻ ഉള്ള പോലെ തോന്നുന്നുണ്ടാവും. അങ്ങനെയുള്ള സമയത്ത് BL46 വളരെ നല്ല പോയിന്റാണ്. അതേമാതിരി ഹിക്കപ്പിന് നല്ല പോയിന്റാണ്, എക്കിട്ടം വരുന്നതിന്, വൊമിറ്റിങ്ങിന് നല്ല പോയിന്റാണ്. അതേമാതിരി ബാക്കിൽ ഉണ്ടാവുന്ന പെയിനും സ്റ്റിഫ്നെസ്സും മാറാൻ ഈ പോയിന്റ് നല്ലതാണ്. ഇത് ആക്ച്വലി ഡയഫ്രത്തിന്റെ ബാക്കിലായിട്ട് വരുന്നതായതുകൊണ്ട് ഡയഫ്രത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന പോയിന്റാണ്. അതേപോലെ തന്നെ വേദന മാറാനും ഈ പോയിന്റ്സ് ഉപയോഗിക്കാം. മെറീഡിയൻസിനെ ആക്ടിവേറ്റ് ചെയ്യാൻ, അതായത് BL മെറീഡിയനെ ആക്ടിവേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പോയിന്റാണ്. ശരിക്കും പറഞ്ഞാൽ ഈ മെറീഡിയൻസിനെ ആക്ടിവേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ആൾമോസ്റ്റ് എല്ലാ പോയിന്റ്സും തന്നെ നിങ്ങൾ നീഡിലിടുമ്പോൾ ആ മെറീഡിയൻ ആക്ടിവേറ്റ് ചെയ്യും. പക്ഷെ അതിൽ കൂടുതൽ സപ്പോർട്ട് കിട്ടുന്നത് പോയിന്റാണ് ഈ പോയിന്റ്സ് ഒക്കെ. അതുകൊണ്ടാണ് ചില പോയിന്റിൽ മാത്രം ആക്ടിവേറ്റ്സ് മെറീഡിയൻ എന്ന് പറയുന്നത്. അതേമാതിരി തന്നെ സി ക്ലെഫ്റ്റ് പോയിന്റ്സ് ആണെങ്കിൽ ഈ ബാക്കിയുള്ള പോയിന്റ്സിനേക്കാളും കൂടുതലായിട്ട് ആ മെറീഡിയൻ ആക്ടിവേറ്റ് ചെയ്യാൻ നല്ലതാണ് സി ക്ലെഫ്റ്റ് പോയിന്റ് കേട്ടോ. അതേമാതിരി തന്നെ റിവർ പോയിന്റ്സും വളരെ നല്ലതാണ് ആ മെറീഡിയൻസിനെ ആക്ടിവേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് മെറീഡിയൻ ആക്ടിവേറ്റ് ചെയ്യാനുള്ളതാണ് സബ് ക്ലാസ്. എന്തിനാണ് ഇങ്ങനെ പറയണമെന്ന് തോന്നണ്ടെന്ന് പറഞ്ഞിട്ട് പറഞ്ഞതാണ്. 6, 7 നമ്മുടെ ഷോൾഡർ ബ്ലേഡിന്റെ ഏറ്റവും താഴത്തെ എഡ്ജിലായിട്ട് വരും. ഓക്കെ, അങ്ങനെ കണക്ക് വെച്ചാൽ മതി. അപ്പോൾ ഷോൾഡർ ബ്ലേഡിന്റെ നേരെ വരുന്ന ഭാഗം തൊറാസിക് 7ന്റെ താഴ്ഭാഗമാണ്. അതേമാതിരി തൊറാസിക് 2 എന്ന് പറയുന്നതിന്റെ താഴെയാണ് മറ്റേ ഷോൾഡർ ബ്ലേഡിന്റെ അപ്പർ ഏരിയ എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അതേമാതിരി UB47 ആണ് 9th തൊറാസിക് വെർട്ടിബ്രയിൽ നിന്നും 3 ചൂൺ മാറിയിട്ടുള്ളതാണ്. ഇത് ആക്ച്വലി ലിവറിന്റെ ബാക്ക് ഷൂ പോയിന്റ് ആണ്. അപ്പൊ ലിവറിന്റെ സ്പിരിച്വൽ ആൻഡ് സൈക്കോളജിക്കൽ ആസ്പെക്ട്സിന് UB47 നല്ലതാണ്. നോർമലി എന്തൊക്കെയായിരിക്കും ചോദിച്ചാൽ ഫ്രസ്ട്രേഷൻ ഉണ്ടാവും, ലിവറിന് ഇംബാലൻസ് ഉണ്ടെങ്കിൽ ഡിപ്രഷൻ ഉണ്ടാവും, സ്ട്രെസ് ഉണ്ടാവും. ഈ UB47 കഴിയുന്നത് മോക്സ കൊടുക്കണ്ട കേട്ടോ. അതല്ലാതെ നിങ്ങൾ നീഡിലോ ബാക്കി മറ്റേ കോൾഡ് വാട്ടർ കപ്പിങ്ങോ അല്ലെങ്കിൽ ഡ്രൈ കപ്പിങ്ങോ ഒക്കെ ചെയ്യും. കഴിയുന്നത് മോക്സ അധികം കൊടുക്കണ്ട. ചെസ്റ്റ് കൺജഷൻ ആൻഡ് ഹൈപ്പോകോൺട്രിയം ഏരിയ, അതേമാതിരി തന്നെ വോമിറ്റിംഗ്, ഡയേറിയ, അതായത് അപ്പർ നമ്മുടെ ചെസ്റ്റിൽ ഉണ്ടാകുന്ന കൺജഷൻ, അതേമാതിരി തന്നെ ഡയഫ്രത്തിന്റെ തൊട്ട് താഴെയുള്ള ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന എന്താ പറയുക വീർപ്പ് മുട്ടലിനൊക്കെ ഈ പോയിന്റ് നല്ലതാണ്. ലിവറിനെ സപ്പോർട്ട് ചെയ്യുന്ന പോയിന്റാണ്. ലിവർ ചീയാണ്. അതേമാതിരി തന്നെ ശരിക്കും പറഞ്ഞാൽ തൊറാസിക്കിൽ നമ്മൾ ഡെർമറ്റോം പഠിക്കുമ്പോൾ ഈ മറ്റേ തൊറാസിക് 9 മാത്രമല്ല 7, 8 ആ ഭാഗം കൂടെ ലിവറിനെ കണക്ട് ചെയ്തിട്ട് വരും. ഓക്കെ, അലിവേഴ്സ് ദ പെയിൻ. UB47 ഈസ് ഔട്ടർ ബാക്ക് ഷൂ പോയിന്റ്സ് ഓഫ് ലിവർ. അതുകൊണ്ട് തന്നെ ലിവറുമായിട്ട് ഉണ്ടാവുന്ന ഫ്രസ്ട്രേഷൻസിനും ഡിപ്രഷൻസിനും സ്ട്രെസ്സും ഒക്കെ മാറാൻ ഈ പോയിന്റിന് നിങ്ങൾ മസാജോ നീഡിലോ അല്ലെങ്കിൽ സീഡോ എന്താണെങ്കിലും വെച്ചാലും ഇറ്റ്സ് വിൽ വർക്ക്. ഓക്കെ, ക്ലാസ് എടുക്കുമ്പോഴേ ഒറ്റയ്ക്ക് സംസാരിച്ച് കൂട്ടുമായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. 9th and 10th തൊറാസിക് വെർട്ടിബ്രയിൽ നിന്ന് 3 ചൂൺ മാറിയിട്ടുള്ളതാണ് UB47 എന്ന് പറയുന്നത്. UB48 എന്നുള്ളത് ബാക്കിലെ മറ്റേ പോയിന്റ് ആണ്. എത്രാമത്തെ 10th തൊറാസിക് വെർട്ടിബ്രയുടെ ലോവർ സൈഡിൽ വരുന്ന പോയിന്റ് ആണ്. സ്പൈനൽ നിന്നും 3 ചൂൺ മാറിയിട്ട് വരുന്നതാണ്. ജോണ്ടിസിന് നല്ലതാണ്, അബ്ഡമനൽ പെയിനിന് നല്ലതാണ്. അതേപോലെ തന്നെ നമ്മൾ ഇൻഡസ്ട്രിയിൽ ഉണ്ടാകുന്ന സൗണ്ട്സ് അത് മാറാൻ നല്ലതാണ്. ഡയറിയയ്ക്ക് നല്ലതാണ്. ഡയബറ്റിക്സിന് ഈ പോയിന്റ് വളരെ നല്ലതാണ്. ഡയബറ്റിക് ഉള്ളവർക്ക് ഈ പോയിന്റ് നിങ്ങൾ റെഗുലറായിട്ട് ബാക്കി പോയിന്റ്സ് കൊടുക്കുന്നതിൻ്റെ ഒപ്പം ട്രീറ്റ് ചെയ്യാം. ഇത് ഗാൽ ബ്ലാഡറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് റെഗുലേറ്റ് ചെയ്യുന്ന പോയിന്റാണ്. അതേമാതിരി തന്നെ ഡാം ഹീറ്റിനെ ക്ലിയർ ചെയ്യാനും ഉപയോഗിക്കാം. തൊറാസിക് 10ാമത്തെ വെർട്ടിബ്ര താഴെ വരുന്ന പോയിന്റാണ്. മറ്റേ 3 ചൂൺ ലാറ്ററൽ UB48 അല്ലെങ്കിൽ BL48 എന്ന് പറയുന്ന പോയിന്റ്. ഇതിലൊക്കെ സ്വിച്ച് ഓഫ് നീഡിലാണോ യൂസ് ചെയ്യേണ്ടത്? ഇതിലെല്ലാം സ്വിച്ച് ഓഫ് നീഡിലാണോ യൂസ് ചെയ്യേണ്ടത്? ആക്ച്വലി സുജോക്ക് നീഡിൽ എന്ന് പറയണത് നമ്മുടെ TCM ആയിട്ട് യാതൊരു ബന്ധമില്ല. ഇപ്പൊ നമ്മളൊക്കെ ഉപയോഗിക്കണമെന്നേ ഉള്ളൂ. സുജോക്ക് നീഡിൽ എന്ന് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സുജോക്ക് കണ്ടുപിടിച്ച ശേഷം ഹാഫ് ചൂൺ നീഡിലോ 1 ചൂൺ നീഡിലോ ഒന്നും കയ്യിൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല.
എന്ന് പറഞ്ഞിട്ടാണ് ഈ സുജോക്ക് നീഡിൽ തന്നെ ഇൻവെന്റ് ആവുന്നത്. TCMൽ പൊതുവെ ഹാഫ് ട്യൂണിന് മുകളിലുള്ള പോയിന്റ്സ് ആണ് നീഡിൽസ് ആണ് ഉപയോഗിക്കുക. അപ്പൊ സുജോക്ക് നീഡിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് ഉപയോഗിക്കാൻ റിസൾട്ടൊക്കെ കിട്ടും. ബെറ്റർ വന്നിട്ട് ഹാഫ് ട്യൂണോ 1 ട്യൂണോ നീഡിലൊക്കെയാണ്. അതേമാതിരി മറ്റേ ഇവിടെയൊക്കെ ചെയ്യുന്ന സമയത്ത്, ചൈനയിലൊക്കെ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഈ UB49 ഇതെല്ലാം തന്നെ അടുത്തടുത്ത് വരുന്ന പോയിന്റ് ആണുകൊണ്ട് അവർ 3 തൊട്ട് 4 ട്യൂൺ നീഡിൽ വന്നിട്ട് 15 ഡിഗ്രി അല്ലെങ്കിൽ 10 ഡിഗ്രി സ്ലാൻഡിങ് ആയിട്ട് ഒന്നിൽ കൂടുതൽ പോയിന്റിന് അറ്റേ ടൈം നീഡിൽ. മനസ്സിലാവുണ്ടോ പറയണത്? നമ്മളിപ്പോൾ UB49ഉം അതേമാതിരി തന്നെ 48ഉം 47 ഒക്കെ ഇടുന്നതിന് 3 നീഡിൽ ഉപയോഗിക്കുന്നതിന് പകരം അവർ ഒറ്റ സൂചി തന്നെ എന്ത് ചെയ്യും, ഈ ഒരു ഭാഗത്ത് നട്ടിട്ട് മറ്റേ ഭാഗം വരെ തള്ളിക്കൊടുക്കും. നമ്മൾ നേരെ വെർട്ടിക്കലി ഇടുന്നതിന് പകരം ഹൊറിസോണ്ടൽ ആയിട്ട് സ്കിന്നിനോടുകൂടി ചേർന്ന് ചേർത്ത് സ്ലാൻഡിങ് ആയിട്ട് ഇടുമ്പോൾ ചിലപ്പോൾ 3ഉം 4ഉം പോയിന്റ് ഒക്കെ അവർ കവർ ചെയ്യും. അപ്പൊ സുജോക്ക് നീഡിൽ ഉപയോഗിക്കാമോ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ നമ്മൾ TCMന്റെ പാർട്ടാണോ സുജോക്ക് നീഡിൽ എന്ന് ചോദിച്ചാൽ അല്ല. ക്ലിയർ ആയോ ഞാൻ പറയുന്നത്? അതേമാതിരി ഈ പോയിന്റിലൊക്കെ തന്നെ നിങ്ങൾക്ക് സീഡ്സ് ഉപയോഗിക്കാം. പക്ഷെ TCMൽ സീഡ് ഉപയോഗിക്കാൻ പറയുന്നില്ല, കളർ ഉപയോഗിക്കാൻ പറയുന്നില്ല, മാഗ്നറ്റ് ഉപയോഗിക്കാൻ പറയുന്നില്ല. ഓക്കെ, ഈ TCMൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മസാജ് ഇൻക്ലൂഡഡ് ആണ്, ഗൂഷ ഇൻക്ലൂഡഡ് ആണ്, റിഫ്ലക്സോളജി ഇൻക്ലൂഡഡ് ആണ്. പിന്നെ നിങ്ങൾക്ക് വന്നിട്ട് എന്താ പറയുക, നീഡിൽ ചെയ്യാം, മോക്സയോ ഐസ് ക്യൂബോ വെക്കാം, ഡ്രൈ കപ്പിംഗ് വെക്കാം. ഇതൊക്കെ അതിൻ്റെ പാർട്ട് തന്നെയാണ്. ചില ഭാഗങ്ങളിൽ നിങ്ങൾ ബ്ലഡ് ലിറ്റിംഗ് ചെയ്യാം. ഇതൊക്കെയാണ് TCMൽ ഉള്ളത്. ബാക്കി നമ്മൾ സീഡ് ഉപയോഗിക്കുന്നതും മാഗ്നറ്റ് ഉപയോഗിക്കുന്നതും കളർ ഉപയോഗിക്കുന്നതും ഒക്കെ വന്നിട്ട് പിന്നീട് ഇതിൻ്റെ മറ്റേ ഉള്ളിലേക്ക് കൊണ്ടുവരപ്പെട്ടതാണ്. ക്ലിയർ ആയിട്ടോ? ഇത് സ്പൈനലിന്റെ ഏത് ഭാഗത്തേക്കാണ് നമ്മൾ ചെരിച്ച് കുത്തേണ്ടത്? നിങ്ങൾക്ക് വന്നിട്ട് മറ്റേ ഒരു എക്സാമ്പിൾ, നിങ്ങൾക്ക് വന്നിട്ട് ആ മെറീഡിയനിലെ പോയിന്റിനെ മുഴുവനാണ് ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ ആക്ച്വലി മെറീഡിയൻ പോകുന്ന വേക്ക് തന്നെ നിങ്ങൾ ചരിച്ചു കുത്തുക. ഇല്ല ഞാൻ അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല, പക്ഷെ എനിക്ക് ആ പോയിന്റിനെ ടച്ച് ചെയ്താൽ മതി, പക്ഷെ കുറച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ ചരിച്ചു കുത്താം. ടുവേർഡ്സ് സ്പൈന് ചരിച്ചു കുത്താം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ TCMൽ ചെയ്യുന്ന സമയത്ത് ഈ ഒരു പോയിന്റ് വന്നിട്ട് ഒരു പോയിന്റിന് മാത്രം ടച്ച് ചെയ്യുന്നതിന് പകരം അടുത്തടുത്തുള്ള പോയിന്റ്സിന് സെയിം ഗുണമുണ്ട്. അപ്പോൾ സ്പൈനിന്റെ ഭാഗത്തേക്കും നമുക്ക് നീഡ് ചെയ്യാം, അതല്ലെങ്കിൽ അടുത്ത പോയിന്റിലേക്കോ അല്ലെങ്കിൽ മുമ്പിലത്തെ പോയിന്റിലേക്കോ നീഡ് ചെയ്യാം. നീഡിലാണോ സേഫ് അല്ലേ? ഹാഫ് ട്യൂൺ നീഡിലാണോ സേഫ്? ഹാഫ് ട്യൂണോ 1 ട്യൂണോ 2 ട്യൂണോ 3 ട്യൂണോ ഒക്കെ ഉപയോഗിക്കാം. അത് ഹാൻഡിൽ ചെയ്യുന്ന ആളുടെ കപ്പാസിറ്റി അനുസരിച്ചിട്ടാണെങ്കിൽ, എനിക്ക് വയ്യപ്പ എൻ്റെ ക്ലയൻസ് ഒന്നും ഇത് അക്സെപ്റ്റ് ചെയ്യില്ല, എനിക്ക് പേടിയാണെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ സുജോക്ക് നീഡിൽ തന്നെ ഉപയോഗിക്കാം. ഓക്കെ, ഈ 49 എന്ന് പറയുന്നത് സ്പ്ലീനിന്റെ ഔട്ടർ ബാക്ക് ട്യൂബ് പോയിന്റ് ആണ്. അതുപോലെ തന്നെ ഓവർ തിങ്കിങ് ഉള്ള ആളുകളിലും അതേമാതിരി തന്നെ മെമ്മറി റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസ് ഉള്ള ആളുകൾക്കും ആവശ്യമില്ലാണ്ട് വാരിക്കൂട്ടി തിങ്ക് ചെയ്യുന്ന ആളുകൾക്കൊക്കെ തന്നെ തോട്ട് ഒട്ടുമിക്ക സ്പ്ലീനിന്റെ ഇഷ്യൂസ് വന്നാൽ തന്നെ നിങ്ങളുടെ തോട്ട് പാറ്റേൺ ഡിസ്ബാൻഡിലാണ്. അത് ഓവർ തിങ്കിങ് ആവാം, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത തിങ്കിങ് ആവാം. അങ്ങനെ മറ്റേ ആലോചനയായിട്ട് ബന്ധപ്പെട്ടിട്ട് മാറ്റങ്ങൾ ഉണ്ടാവും. സ്പ്ലീനിൽ ഇംബാലൻസ് ഉണ്ടെങ്കിൽ അത് മാറാൻ ഈ UB49 വളരെ നല്ല പോയിന്റാണ്. ഓക്കെ, അതേമാതിരി തന്നെ ഈ UB49ഉം പിന്നെ ആക്ച്വലി മറ്റേ 11th thoracic vertebrae മറ്റേ പോയിന്റ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ബാക്കിൽ പോയി നോക്കുന്നത്. നമ്മുടെ BL20 കേട്ടോ, ഈ BL20 എന്നുള്ള പോയിന്റും അതേമാതിരി തന്നെ മുഖത്തൊക്കെ കുരു ഒരുപാട് വരുന്നില്ലേ, പിമ്പിൾസ് പോലെ ഒരുപാട് വരുന്നുണ്ടെങ്കിൽ അപ്പൊ അതൊക്കെ വന്നിട്ട് നിങ്ങൾ ഈ UB thoracic 11ന്റെ മറ്റേ BL20 പ്രസ് ചെയ്യുമ്പോൾ അവിടെ പെയിൻ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ അത് നീഡിൽ ചെയ്ത് കഴിഞ്ഞാൽ മുഖത്തൊക്കെ ഉണ്ടാവുന്ന പിമ്പിൾസിനൊക്കെ മാറ്റം ഉണ്ടാവും കേട്ടോ. BL50 ഓക്കെ, അതിന്റെ പേര് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് തന്നെ സ്റ്റൊമക്ക് എന്ന് വന്നാൽ അപ്പോൾ സ്റ്റൊമക്ക് ആൾറെഡി അവിടെ കണക്റ്റഡ് ആയി. 12th thoracic vertebrae താഴെ വരുന്ന പോയിന്റ് ആണ്. അത് thoracic 12ഉം ലുംബാർ 1ന്റെ ഇടയിൽ വരുന്ന പോയിന്റ് ആണ്. 0.3 ട്യൂൺ ലാറ്ററൽ ആയിട്ട് വരുന്ന പോയിന്റാണ്.
എപ്പിഗാസ്ട്രിക് പെയിന്, അബ്ഡമൽ ഡിസ്റ്റൻഷൻ. അതേമാതിരി തന്നെ കുട്ടികളിൽ ഉണ്ടാവുന്ന ഇൻഡൈജഷന് നല്ലതാണ്, എഡിമയ്ക്ക് നല്ലതാണ്. ഇതും സ്പ്ലീനിനെയും സ്റ്റൊമക്കിനെയും റെഗുലേറ്റ് ചെയ്യുന്ന പോയിന്റാണ്. അതേമാതിരി തന്നെ മിഡിൽ ജിയോനെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ മിഡിൽ ജിയോ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് സ്പ്ലീന് വന്നു, സ്റ്റൊമക്ക് വന്നു, ലിവറും വന്നു. ഓക്കെ, സോ ഇത് മൂന്നുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക് ഈ പോയിന്റ് വളരെ നല്ലതാണ്. ഓക്കെ, ഇപ്പൊ സമയം എത്രയായി? 9:15. സാർ ഇതില് മോക്സ കൊടുക്കുമ്പോഴേ നമ്മൾ എത്ര സമയത്തേക്കാണ് ഇങ്ങനെ ജസ്റ്റ് മോക്സ പിടിച്ചു നിന്നാ മതിയോ, അല്ലെങ്കിൽ മോക്സ കൊടുക്കുന്നത് പറഞ്ഞാല് അവിടെ പൊള്ളാതെ നോക്കണം നിങ്ങൾ. ഓക്കെ, ഈ പൊള്ളാതെ നോക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാല് നേരിട്ട് മോക്സ കാണിക്കുന്നതിന് ഒരു താളക്രമമുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ നേരിട്ടൊരു മറ്റേ ഒരു 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 ചുറ്റിയ കൊണ്ട് ആണിലേക്ക് അടിക്കുന്നത് പോലെ കുറച്ച് മുകളിൽ വെച്ചുകൊണ്ട് പതുക്കെ സ്കിന്നിന്റെ അടുത്തേക്ക് കൊണ്ടുവരിക, തിരിച്ചെടുക്കുക, തിരിച്ച് പിന്നെയും കൊണ്ടുവരിക. അങ്ങനെ ഒരു റിതമെറ്റിക് മോഷനിൽ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം വെച്ചാൽ ഇടയ്ക്ക് ആ സ്ഥലത്തിനെ തൊട്ട് നോക്കണം. അങ്ങനെ തൊട്ട് നോക്കുന്ന സമയത്ത് ചൂട് കൂടുതലാണെങ്കിൽ പിന്നെ വെക്കേണ്ടെന്ന് വെക്കണം. ഓക്കെ, ഒരു പർട്ടിക്കുലർ ലിമിറ്റിൽ നിങ്ങൾ കുറേ നേരം വെച്ച് കഴിഞ്ഞാൽ, മോക്സേനെ കുറച്ച് നേരം കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു മരവിപ്പാണ് സംഭവിക്കുക. അതിനുശേഷം അവിടെ തൊട്ടാൽ പോലും അവർക്ക് അറിയില്ല. അത് സെഡേഷൻ ടെക്നിക്സ് ആണെന്ന് പറയാം. അതേ സമയത്ത് ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം വെച്ച ഉടനെ എടുക്കുകയാണ് എന്ന് പറയുകയാണെങ്കിൽ മോക്സൈൽ സ്റ്റിമുലേറ്റ് ചെയ്യാന്ന് പറയും. അങ്ങനെ മോക്സൈലും നിങ്ങൾക്ക് സെഡേഷനും സ്റ്റിമുലേഷനും ചെയ്യാൻ പറ്റും. കപ്പിങ്ങിൽ നിങ്ങൾക്ക് സ്റ്റിമുലേഷനും സെഡേഷനും ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നിങ്ങൾ പോയിന്റ് വേദനയാണെങ്കിൽ സെഡേഷനാണ് ചെയ്യേണ്ടത്. അപ്പം അങ്ങനെ ആണെങ്കിൽ പതുക്കെ 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 കുറച്ച് കൂടുതൽ നേരം വെച്ച് വെച്ചേക്കാം. ആദ്യം വെക്കുമ്പോൾ തന്നെ ഒറ്റയടിക്ക് വെക്കരുത്. ആദ്യം ഒന്ന് വെക്കുക, എടുക്കുക, പിന്നെ വെക്കുക. അങ്ങനെ വെക്കുന്ന സമയത്ത് ആദ്യത്തെ ഒരു 4 സെക്കൻഡാണ് വെച്ചെങ്കിൽ അടുത്ത പ്രാവശ്യം വെക്കുന്ന സമയത്ത് ഒരു 6 സെക്കൻഡ് ആക്കുക. പിന്നെയും പൊന്തിക്കുക, പിന്നെ വെക്കുന്ന സമയത്ത് അത് 8 സെക്കൻഡ് ആക്കുക. അങ്ങനെയാണ് അത് ചെയ്യുക. ക്ലിയർ? സ്റ്റിക്കർ മോക്സ് വെക്കാൻ പാടില്ലേ അപ്പൊ? വെക്കാലോ. സ്റ്റിക്കർ മോക്സ് ആവുമ്പോ നമ്മൾ ഒറ്റ എടുക്കൂലല്ലോ, അത് മോക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്ന പോലെ. സമയത്ത് നിങ്ങൾ ഡയറക്റ്റ് മോക്സ വെക്കുന്ന അത്ര ഹീറ്റ് ഉള്ളിലേക്ക് പോവില്ല. ഓക്കെ ഓക്കെ, വ്യത്യാസമില്ല രണ്ടും. അപ്പൊ സെഡേഷൻ എങ്ങനെ ആക്കും? ഞാൻ സാധാരണ മോക്സയിലാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. മറ്റേ ഈ സ്റ്റിക്കർ നീഡില് സ്റ്റിമുലേഷൻ സെഡേഷൻ ഒന്നുമില്ല, അവിടെ ആക്ടിവേഷൻ മാത്രമേ ഉള്ളൂ. ചെറിയൊരു ചൂട് മാത്രമേ അകത്തേക്ക് പോകുന്നുള്ളൂ. അതെ, അപ്പൊ അവിടെ സ്റ്റിമുലേഷൻ മാത്രമേ നടക്കുള്ളൂ, സെഡേഷൻ നടക്കില്ല. പക്ഷെ വേദന മാറി വെച്ച് വേദനയൊക്കെ മാറ്റം വരും. പക്ഷെ കുറച്ച് കൂടുതൽ നേരം വെക്കേണ്ടി വരുമോ മറ്റേ മോക്സ കാണിക്കുന്നേക്കാളും കൂടുതൽ? അങ്ങനെ നിങ്ങൾക്ക് സ്റ്റിക്കർ മോക്സയിൽ എത്ര നേരം വെച്ച് കഴിഞ്ഞാലും അതിനകത്തേക്ക് പോകുന്ന ചൂടിന് വളരെയേറെ ലിമിറ്റേഷൻസ് ഉണ്ട്. ഡയറക്റ്റ് മോക്സയിലാണ് ഈ സ്റ്റിമുലേഷൻ ടെക്നിക്സും സെഡേഷൻ ടെക്നിക്സും ഉപയോഗിക്കുക. സ്റ്റിക്കർ മറ്റേ മോക്സയിൽ അങ്ങനെ സെഡേഷൻ ടെക്നിക്സ് ഇല്ല. ഓക്കെ ഓക്കെ. അടുത്തത് UB51. ഓക്കെ, UB51 എന്നുള്ളത് ഫസ്റ്റ് ലുംബാറിന്റെ താഴെ വരുന്ന പോയിന്റാണ്. 3 ചൂൺ ലാറ്ററലായിട്ട് വരുന്ന പോയിന്റാണ്. അബ്ഡമൽ ഡിസ്റ്റൻസിന് നല്ലതാണ്, കോൺസ്റ്റിപ്പേഷന് നല്ലതാണ്. അബ്ഡമനൽ വയറിൽ വന്നിട്ട് ഉരുണ്ടുകൂടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറാൻ നല്ലതാണ്. ബ്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതൊക്കെ മാറാൻ നല്ലതാണ്. അത് പെയിൻ ആയിക്കോട്ടെ, കട്ടി ആയിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, ബ്രസ്റ്റിൽ ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകൾക്കും നിങ്ങൾക്ക് UB51 ഉപയോഗിക്കാം. ഇത് സാൻജിയോനെയും കൂടെ സപ്പോർട്ട് ചെയ്യുന്ന പോയിന്റാണ്. റിമൂവ്സ് സ്റ്റാഗ്നേഷൻ, ശരീരത്തിൽ എവിടെയെങ്കിലും സ്റ്റാഗ്നേഷൻ ഉണ്ടെങ്കിൽ മാറാൻ നല്ലതാണ്. ബ്രസ്റ്റുമായിട്ട് കണക്ട് ചെയ്യുന്ന വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റും കൂടിയാണ് UB51. ഓക്കെ, ലുംബാർ 1നും ലുംബാർ 2ന്റെ ഇടയ്ക്ക് വരുന്ന പോയിന്റാണ് UB51. 3 ചൂൺ ലാറ്ററൽ. അടുത്തത് UB52 ആണ്. മറ്റേ ലുംബാർ 2ന്റെ താഴ്ഭാഗത്തുള്ള മറ്റേ ലൊക്കേഷന് അല്ലെങ്കിൽ 2 and ലുംബാർ 2 and 3 ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് നിന്ന് 3 ചൂൺ മാറിയിട്ടുള്ള പോയിന്റാണ് UB52 എന്ന് പറയുന്നത്. ഇത് വന്നിട്ട് കിഡ്നിയുടെ
ഔട്ടർ ബാക്ക് ഷൂ ആണ്. അപ്പോൾ കിഡ്നിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എമോഷണൽ ആസ്പെക്ട്സ് വേരിയേഷൻസ് ഉണ്ടെങ്കിൽ, ഒരുപാട് പേടിയുള്ള ആളാണ്, അല്ലെങ്കിൽ വിൽ പവർ തീരെ ഇല്ലാത്ത ഒരാളാണ് എന്നൊക്കെ പറയുകയാണെങ്കിൽ UB15 കൂടെ ട്രീറ്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതുമാതിരി തന്നെ ഇത് ജനനേന്ദ്രിയമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, കിഡ്നിയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്തൊക്കെ പറയുമോ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഇഷ്യൂസിനും നമുക്ക് ട്രീറ്റ് ചെയ്യാം. അതിൻ്റെ ഒപ്പം തന്നെ ലുംബാർ ഏരിയയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകൾക്കും നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഇത് കിഡ്നീനെ ടോണിഫൈ ചെയ്യുന്നു, യൂറിനേഷനെ സപ്പോർട്ട് ചെയ്യുന്നു, അതേമാതിരി തന്നെ ലോവർ ബാക്കിനെ സപ്പോർട്ട് ചെയ്യുന്നു. ജനനേന്ദ്രിയങ്ങൾക്കും വളരെ നല്ല പോയിന്റാണ്. അപ്പോൾ ഇമ്പോർട്ടൻസ് ആയിക്കോട്ടെ, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകൾക്കും ഈ പോയിന്റ് നല്ലതാണ്. പ്രത്യേകിച്ച് എഡിമയൊക്കെ ഉണ്ടെങ്കിൽ ഈ പോയിന്റ് വളരെയേറെ യൂസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു പോയിന്റാണ് UB52. അതേമാതിരി തന്നെ ജനനേന്ദ്രിയങ്ങളുമായിട്ടുള്ളത്. മറ്റേ ലംബാർ 2-ന്റെയും 3-ന്റെയും ഇടയിൽ 3 ചൂൺ മാറിയിട്ടുള്ള സ്ഥലമാണ് BL52. അതേമാതിരി UB53 എന്ന് പറയുന്ന പോയിന്റ് രണ്ടാമത്തെ പോസ്റ്റീരിയർ സാക്രൽ ഫോറം, സാക്രത്തിലേക്ക് വരികയാണ്. അവിടെ 3 ചൂൺ മാറിയിട്ടാണ്. നമ്മൾ ഇതിനുള്ള പോയിന്റ് ഒക്കെ 1.5 ചൂൺ മാറി നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. എന്തിനൊക്കെയാണ് നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അനൂറിയ, അതായത് യൂറിൻ വളരെ കുറവാണ്. കിഡ്നിയിൽ നിന്ന് യൂറിനറി ബ്ലാഡറിലേക്ക് യൂറിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് വളരെ കുറവാണെങ്കിൽ ആ ഡിസീസിന്റെ പേരാണ് അനൂറിയ, അതായത് യൂറിനേഷൻ ഇല്ലായ്മ. ഓക്കെ. അതേമാതിരി തന്നെ മറ്റേ ജനനേന്ദ്രിയങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ ജനനേന്ദ്രിയങ്ങളിൽ ഉണ്ടാവുന്ന സ്വെല്ലിങ്ങിനും ലുംബാർ പെയിനും, അതേമാതിരി തന്നെ ഇൻഡസ്ട്രിയിൽ ഉണ്ടാകുന്ന സൗണ്ടിനും, അബ്ഡമൻ ഡിസ്റ്റൻഷൻ ഉണ്ടെങ്കിൽ അതിനെല്ലാം തന്നെ ഈ പോയിന്റ് നല്ലതാണ്. ഇത് യൂറിനേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വളരെയേറെ യൂസ്ഫുൾ ആയിട്ടുള്ള പോയിന്റാണ്. മെറിഡിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു, ലോവർ ബാക്കിനെ സപ്പോർട്ട് ചെയ്യുന്നു, വേദന സംഹാരിയായിട്ടും കൂടെ ഉപയോഗിക്കാം. പ്രത്യേകിച്ച് ലോവർ ബാക്കിന് ഈ പോയിന്റ് വളരെ നല്ലതാണ്. സാക്രത്തിന് സെക്കൻഡ് നോച്ചിൽ നിന്ന് 3 ചൂൺ മാറിയിട്ടുള്ള പോയിന്റ്, അതായത് ഇത് UB54 എന്നുള്ള പോയിന്റ് ആണ്. 4th സാക്രൽ നോച്ചിൽ നിന്ന് 3 ചൂൺ മാറിയിട്ടുള്ള പോയിന്റ് ആണ്. ഇതും ഇതേമാതിരി തന്നെ ലോവർ ബാക്കിനെയും ബട്ടക്സിന്റെ ഏരിയനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ മസിൽ അട്രോഫി, അതായത് മസിൽ വീക്ക്നെസ്, മസിൽ മറ്റേ വീക്കായി പോവുക അല്ലെങ്കിൽ മസിൽ ഫോർമേഷൻ ഇല്ലാതിരിക്കുക ചെയ്യുക, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പെയിന്, നംനെസ്സിനൊക്കെ നല്ലതാണ്. മോട്ടോർ, അതായത് നമ്മുടെ ലോവർ എക്സ്ട്രിമിറ്റീസ്, നമ്മളിപ്പോൾ LA11 എന്ന് പറഞ്ഞ പോയിന്റ് പഠിക്കുമ്പോൾ കൈയിൻ്റെ മോട്ടോർ പോയിന്റ് ആണെന്ന് പറയും. അതേമാതിരി കാലിൻ്റെ മോട്ടോർ പോയിന്റ് ആയിട്ട് UB54 പറയാം. ലോവർ എക്സ്ട്രിമിറ്റീസിൽ ഉണ്ടാകുന്ന വേദനകളും മൂവ്മെന്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ, ഭാരക്കൂടുതൽ, മൂവ്മെന്റ് റെസ്ട്രിക്ഷൻസ് തുടങ്ങിയ എല്ലാ ഇഷ്യൂസിനും നിങ്ങൾക്ക് ഈ പോയിന്റ് വളരെ നല്ലതാണ്. പെയിൻഫുൾ യൂറിനേഷന് നല്ലതാണ്, കോൺസ്റ്റിപ്പേഷന് നല്ലതാണ്, ഹെമറോയിഡ്സിനൊക്കെ ഈ പോയിന്റ് വളരെ നല്ലതാണ്. ബെനിഫിറ്റ്സ് യൂറിനേഷൻ, ആക്ടിവേറ്റ്സ് ദ മെറിഡിയൻസ്, സ്ട്രെങ്തൻസ് ദ ലോവർ ബാക്ക് ആൻഡ് എലിവേറ്റ്സ് പെയിൻ. ഓക്കെ. അപ്പോൾ അത് സാക്രം 4th പോയിന്റിലാണുള്ളത്. അടുത്തത് വന്നിട്ട് UB55 എന്നുള്ളതാണ്. അത് കാലിലേക്ക് ഇറങ്ങി. ഓൺ ദ പോസ്റ്റീരിയർ ആസ്പെക്ട്സ് ഓഫ് ദ ലോവർ ലെഗ് 2 ചൂൺ ബിലോ UB40 ഓൺ ദ ലൈൻ കണക്ടിങ് ടു UB40 ആൻഡ് UB57. അതായത് ലൊക്കേഷൻ എവിടെയാണെന്ന് നോക്കിയാൽ UB40 നിന്നും 2 ചൂൺ താഴെയാണ്, നേരെ താഴെ. ഓക്കെ. ലുംബാറിന്റെ സ്റ്റിഫ്നെസ്സിനും ലുംബാർ പെയിനിനും നല്ലതാണ്. നംനെസ് ആൻഡ് വീക്ക്നെസ് ഓഫ് ദ ലോവർ എക്സ്ട്രിമിറ്റീസിന് നല്ലതാണ്. ഹെർണിയ ഉണ്ടെങ്കിൽ അതിന് നല്ലതാണ്. മെറ്റോറീജിയ, അതായത് ഇറഗുലർ ബ്ലീഡ്, അതായത് മെൻസസ് സൈക്കിൾ അല്ലാത്ത സമയങ്ങളിലോ തന്നെ ചില സമയത്ത് ചിലർക്ക് മറ്റേ ബ്ലീഡിങ് ഉണ്ടാവും. അതേമാതിരി തന്നെ മെറ്റോടാസ്റ്റിക്സ്, അതായത് ഡ്രിപ്പിംഗ് ഓഫ് ബ്ലഡ്, അതായത് മെൻസസ് സൈക്കിൾ അല്ലാത്ത സമയത്തും ഒക്കെ ഉണ്ടാവുന്ന ചെറിയ ചെറിയ ബ്ലഡ് ഡ്രോപ്സ് വരുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറാൻ ഈ പോയിന്റ് നല്ലതാണ്. മെറിഡിനെ ആക്ടിവേറ്റ് ചെയ്യാൻ നല്ലതാണ്. സ്റ്റോപ്സ് യൂറിൻ ബ്ലീഡിങ്, അതായത് മൂത്രത്തിലൂടെ ബ്ലഡ് വരുന്നുണ്ടെങ്കിൽ അത് മാറാൻ നല്ലതാണ്. റിലീസ് ജെനിറ്റിയൽ പെയിൻ, ജെനിറ്റിയൽ ഓർഗനിൽ ഉണ്ടാവുന്ന വേദനകൾക്ക് നല്ലതാണ്. അലിവേറ്റ്സ് പെയിൻ. ലൊക്കേഷൻ നമുക്ക് മനസ്സിലാവും. UB40 2 ചൂൺ താഴെ വരുന്ന പോയിന്റ്. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞാൽ ഹലോ, ആരൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. കേൾക്കുന്നുണ്ട്.
ഓൺ ദ പോസ്റ്റീരിയർ ആസ്പെക്ട്സ് ഓഫ് ദ ലോവർ ലെഗ് 5 ചൂൺ ബിലോ UB40. അല്ലെങ്കിൽ ഈ 55 എത്ര ചൂൺ താഴെയാണ്? 3 ചൂൺ താഴെ വരുന്ന പോയിന്റ് ആണ്. ആ മസിൽ ഏരിയ തന്നെ വരുന്നതാണ്. ഹെമറോയിഡ്സിന് നല്ലതാണ്. സ്പാസം ആൻഡ് പെയിൻ ഓഫ് ദ ലുംബാർ ഏരിയയിൽ ഉണ്ടാകുന്ന പിടുത്തങ്ങൾക്കും വേദനകൾക്കും നല്ലതാണ്. അതേമാതിരി തന്നെ കാലിൻ്റെ ബുദ്ധിമുട്ടുകൾ മാറാനും ഈ പോയിന്റ് വളരെ നല്ലതാണ്. മറ്റേ നമ്മുടെ ടെൻഡനെ റിലാക്സ് ചെയ്യാൻ വളരെ നല്ല പോയിന്റ് ആണ്. അതുകൊണ്ട് തന്നെ റെഗുലറായിട്ട് ആ ഭാഗങ്ങളിൽ UB50 മറ്റേ 6 മാത്രമല്ല, ഈ 55, 56, 57, 58 ഏരിയ ഒക്കെ നിങ്ങൾ മസാജ് ചെയ്യുന്നത് കാലുകളുടെ രക്തസഞ്ചാരത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന പോയിന്റ് ആണ്. ഓക്കെ, അത് നിങ്ങളുടെ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ റെഗുലറായിട്ട് മസാജ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ചെസ്റ്റ് ഏരിയയിലേക്ക് അതിൻ്റെ റിലാക്സേഷൻ വരും. അപ്പോൾ ഷെന്നിനെ കാം ചെയ്യാൻ പോലും ഈ പോയിന്റുകൾ വളരെയേറെ യൂസ്ഫുള്ളാണ്. നിങ്ങൾ ചെയ്ത് നോക്കുന്നവർക്ക് അറിയാം. ഓക്കെ, ആക്ടിവേറ്റ്സ് ദ മെറിഡിയൻ, സ്ട്രീറ്റ് ദ ഹീൽ ആൻഡ് ഫൂട്ടിന്, അതായത് നമ്മുടെ കുതിങ്കാലുമായിട്ടും കാലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ മാറാൻ ഈ UB56 വളരെ നല്ല പോയിന്റ്. ഓക്കെ, അതായത് UB40 നിന്നും 5 ചൂൺ താഴെ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട BL55 അല്ലെങ്കിൽ UB55 നിന്നും 3 ചൂൺ താഴെ വരുന്ന പോയിന്റാണ്. ഓക്കെ, അടുത്തത് UB57 ആണ്. UB40 നിന്നും എത്ര ചൂൺ താഴെയാണ് വരുന്നത്? 6ഉം 2ഉം 8 ചൂൺ താഴെ വരുന്ന പോയിന്റ് അല്ലേ? ആണോ? ഹെമറോയിഡ്സ് അത് ഞാൻ എഴുതാൻ വിട്ടുപോയിട്ടുണ്ട് ഇവിടെ. അതേമാതിരി ഇടയിൽ വെറുതെ പെയിൻ എഴുതിയിട്ടുണ്ട്. ഹെമറോയിഡ്സ്, കോൺസ്റ്റിപ്പേഷൻ, സ്പാസം ആൻഡ് പെയിൻ ഓഫ് ദ ലോവർ ലെഗ് ആൻഡ് ലുംബാർ ഏരിയ. ബെരിബറി, അതായത് വിറ്റാമിൻ B1 ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാവുന്ന അസുഖമാണ് ബെരിബെരി എന്ന് പറയുന്നത്. അത് മാറാൻ ഈ പോയിന്റ് നല്ലതാണ്. ഇത് സ്നൂസിനെ റിലാക്സ് ചെയ്യുന്നു, ടെൻഡൻസിനെ റിലാക്സ് ചെയ്യുന്നു, മെറീഡിയനെ ആക്ടിവേറ്റ് ചെയ്യുന്നു, കുതിങ്കാലും കാലിനെയും സപ്പോർട്ട് ചെയ്യുന്ന പോയിന്റാണ്. ഹെമറോയിഡ്സ് ഉള്ളവർക്ക് ഈ പോയിന്റ് വളരെയേറെ നല്ലതാണ്. ഓക്കെ, UB57 5, 3, 8 ചൂട്. UB40 നമ്പർ കാലിൻ്റെ മധ്യഭാഗത്ത് വരുന്ന പോയിന്റാണ്. ആൾമോസ്റ്റ് നമ്മൾ കാലിൽ സെക്കൻഡ് ഹാർട്ട് എന്നൊക്കെ പറയുന്ന സ്ഥലത്തിൻ്റെ അടുത്ത് വരുന്ന പോയിന്റാണ്. നിങ്ങൾ ഈ 57, 56, 55 റെഗുലറായിട്ട് മസാജ് ചെയ്യുന്നത് നിങ്ങൾക്ക് സെൽഫായിട്ടോ മറ്റോ ചെയ്യുന്നത് തന്നെ വളരെയേറെ മാറ്റങ്ങൾ നിങ്ങളുടെ ശരീരത്തിനകത്ത്, പ്രത്യേകിച്ച് ലോവർ എക്സ്ട്രിമിറ്റീസിൽ വളരെയേറെ മാറ്റം ഉണ്ടാവും. അതേമാതിരി തന്നെ നിങ്ങളുടെ ഇടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂസിനൊക്കെ വളരെ നല്ലതാണ്. അടുത്തത് UB58 എന്നുള്ള പോയിന്റ് ആണ്. ഓൺ ദ പോസ്റ്റീരിയർ ആസ്പെക്ട് ഓഫ് ദ ലെഗ് ബിഹൈൻഡ് ദ എക്സ്റ്റേണൽ മെലിലോസ് 7 ചൂൺ ഡയറക്ട്ലി എബവ് UB60, അല്ലെങ്കിൽ 1 ചൂൺ ഇൻഫീരിയർ ആൻഡ് ലാറ്ററൽ ടു UB57. UB57 1 ചൂൺ ലാറ്ററൽ ആയിട്ട് വരുന്ന പോയിന്റ് ആണ്, ഒരു സൈഡ് വശങ്ങളിലേക്ക് വരുന്ന പോയിന്റ് ആണ്. അല്ലെങ്കിൽ UB60 എന്നുള്ള പോയിന്റിൽ നിന്ന് 7 ചൂൺ നേരെ മുകളിൽ വരുന്ന പോയിന്റ് ആണ്. ബ്ലൂ കണക്റ്റിംഗ് പോയിന്റ് ആണിത്. UB മെറിഡിന്റെ ലൂ കണക്റ്റിംഗ് പോയിന്റ് ആണ്. അപ്പം ലൂ കണക്റ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UB മെറിഡിൽ നിന്ന് കിഡ്നീനെയും സപ്പോർട്ട് ചെയ്യുന്ന പോയിന്റാണ്. ഹെഡ് ഏക്കിന് നല്ലതാണ്, ബിസിനസ്സിന് നല്ലതാണ്, നോസിലൂടെ ബ്ലീഡിങ് ഉണ്ടെങ്കിൽ അത് മാറാൻ നല്ലതാണ്. വീക്ക്നെസ് ഓഫ് ലംബാർ ആൻഡ് ലെഗ്, അത് സയാറ്റിക്ക റിലേറ്റഡ് ആയിട്ടാണെങ്കിൽ ശരി, അല്ലെങ്കിലും തന്നെ ഈ പോയിന്റ്സ് വളരെ നല്ലതാണ്. ഹെമറോയിഡ്സിന് നല്ലതാണ്. ഇതിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് എക്സ്പെൽസ് വിൻഡ് ഡാം, ഹാർമോണൈസ് എക്സസ് എബോവ് ആൻഡ് ഡെഫിഷ്യൻസി ബിലോ. ഓക്കെ, ആക്ടിവേറ്റ്സ് ദ മെറിഡിയൻ, അതായത് ഹാർമോണൈസ് എക്സസ് എബോവ് ആൻഡ് ഡെഫിഷ്യൻസി ബിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അപ്പർ ഏരിയയിൽ വരുന്ന ഏരിയയിൽ ഉണ്ടാവുന്ന എക്സസിനെ റെഡ്യൂസ് ചെയ്യാൻ നല്ലതാണ്. അതേമാതിരി തന്നെ ഇതിൻ്റെ താഴെ ലോവർ എക്സ്ട്രിമിറ്റീസിൽ ഉണ്ടാവുന്ന ഡെഫിഷ്യൻസിനെ ഇൻക്രീസ് ചെയ്യാനും ഈ പോയിന്റ് നല്ലതാണ്. ആക്ടിവേറ്റ്സ് ദ മെറിഡിയൻ ആൻഡ് എലിവേറ്റ്സ് ദ പെയിൻ. UB58 നിന്നിട്ട് 1 ചൂൺ ലാറ്ററലാണ്. എവിടെ നിന്നാണ്? BL57 നിന്നും 1 ചൂൺ ലെഫ്റ്റിലേക്കും ലാറ്ററിലേക്കും 1 ചൂൺ താഴെയായിട്ട് വരുന്ന മെറിഡിയൻ ആണ്. ലൊക്കേഷൻ മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾക്ക് മഞ്ഞ കളറിൽ തന്നിട്ടുള്ളത് UB57 ആണ്. അവിടെ നിന്ന് 1 ചൂൺ താഴെ, എന്നിട്ട് 1 ചൂൺ
ലാറ്ററിലേക്ക് ചെറുവിരലിന്റെ ഭാഗത്തേക്ക് മാറിയിട്ട് വരുന്ന പോയിന്റാണ്. എൽ ഷേപ്പിൽ ഒരു എല്ല് നീട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വൺ ചൂണ്ടിൽ ഒരു ഹൊറിസോണ്ടലും വെർട്ടിക്കലും ലൈൻ ഇട്ടാൽ കിട്ടുന്ന പോയിന്റാണ് 58 എന്നുള്ളത്. വളരെ നല്ല പോയിന്റാണ്. കാലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂസിനും എല്ലാം നല്ലതാണ്. മുട്ടിന്റെ മുകൾ ഭാഗത്തിന് വന്നിട്ട് എക്സസ് എനർജിയും മുട്ടിന് താഴെ മറ്റേ ഭാഗത്തുണ്ടാവുന്ന വീക്ക്നെസ് മാറാനൊക്കെ ഈ പോയിന്റ് വളരെ നല്ലതാണ്. UB59 എന്നുള്ള പോയിന്റാണ് ഓൺ ദ പോസ്റ്റീരിയർ ആസ്പെക്ട്സ് ഓഫ് ദ ലോവർ ലെഗ് ബിഹൈൻഡ് ദ എക്സ്റ്റേണൽ മെല്ലിലോസ് 3 ചൂൺ ഡയറക്ട്ലി അബവ് UB60. UB60 3 ചൂൺ മാറിയിട്ടുള്ള പോയിന്റാണ്. അപ്പോൾ മറ്റേ ഇതിന് മുമ്പിലുള്ള പോയിന്റ് എത്ര ചൂൺ? 7 ചൂൺ മുകളിലായിരുന്നു. അപ്പോൾ ആ മുകളിലുള്ള 7 ചൂണിൽ നിന്ന് എത്ര നമ്മൾക്ക് കുറയ്ക്കണം? 4 കുറയ്ക്കണം. സി ക്ലഫ്റ്റ് പോയിന്റ് ആണ് കാലുകളുടെ അല്ലെങ്കിൽ മെറീഡിയനിൽ ഉണ്ടാവുന്ന തടസ്സങ്ങളെ ഇല്ലാതാക്കാൻ ഏറ്റവും നല്ല പോയിന്റാണ്. UBയിലെ നിറയെ പോയിന്റ് പറഞ്ഞ് ആക്ടിവേറ്റ്സ് ദ മെറീഡിയൻസ്. ഏറ്റവും ബെസ്റ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സി ക്ലഫ്റ്റ് പോയിന്റ് ആയിരിക്കും. ഓക്കെ, യാങ്ചിയോ വെസൽസിന്റെ സി ക്ലഫ്റ്റ് ആണ്. സോറി കേട്ടോ, യാങ്ചിയോ വന്നിട്ട് എക്സ്ട്രാ ഓർഡിനറി വെസൽസ് വരുന്നതാണ്. അതിന്റെ സി ക്ലഫ്റ്റ് പോയിന്റ് ആണ് UB59 എന്നുള്ളത്. ഹെഡേക്കിന് നല്ലതാണ്. അതേമാതിരി തന്നെ ഹെവി സെൻസേഷൻ, അതായത് തലയ്ക്ക് ഭാരം കൂടുതൽ പോലെ തോന്നുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറാൻ ഈ UB59 നല്ലതാണ്. നമ്മുടെ ലുംബാർ ഏരിയയിൽ അല്ലെങ്കിൽ സാക്രം റീജിയനിൽ ഉണ്ടാകുന്ന പെയിനിന് നല്ലതാണ്. നംനെസ് ആൻഡ് വീക്ക്നെസ് ഓഫ് ദ ലോവർ എക്സ്ട്രിമിറ്റീസ്, അതായത് കാലുകൾക്ക് ഉണ്ടാകുന്ന വീക്ക്നെസ്സിനും അതേമാതിരി തന്നെ നംനെസ്സിനും നല്ലതാണ്. സ്വെല്ലിംഗ് ആൻഡ് പെയിൻ ഓഫ് ദ എക്സ്റ്റേണൽ മെല്ലിലോസ്, അതായത് ഒരുപാട് സ്ത്രീകൾക്ക് ഈ പ്രോബ്ലം ഉണ്ടാകും. നമ്മുടെ മറ്റേ കാലിലെ ആംഗിളിന്റെ ഭാഗത്ത് ഉണ്ടാവുന്ന ലാറ്ററൽ സൈഡിൽ ഉണ്ടാവുന്ന ആ ഒരു പൊന്തി നിൽക്കുന്ന ബോണിന്റെ ചുറ്റുമുള്ള ഭാഗങ്ങളിൽ സ്വെല്ലിങ്ങും പെയിനും മാറാൻ ഈ പോയിന്റ് വളരെയേറെ നല്ല പോയിന്റാണ്. ആക്ടിവേറ്റ്സ് ദ മെറിഡിയൻ, ബെനിഫിറ്റ്സ് ദ ലോവർ ബാക്ക് ആൻഡ് ലെഗ്സ്, അലിവേറ്റ്സ് പെയിൻ. അതായത് UB60 എന്നുള്ള പോയിന്റിൽ നിന്നും 3 ചൂൺ മുകളിൽ വരുന്നതാണ് UB59. എങ്ങനെയാണോ K3 K7 പോലെ തന്നെ. ഓക്കെ, 2 ചൂണാണതെങ്കിൽ ഇവിടെ 3 ചൂൺ. അടുത്തത് UB60യുടെ ജിങ് റിവർ പോയിന്റ് ആണ്. ഓക്കെ, അപ്പൊ ജിങ് റിവറിന് എന്തൊക്കെ പ്രത്യേകത ഉണ്ടെന്ന് നമുക്കറിയാം. മറ്റേ ഈ പോയിന്റും അതേമാതിരി തന്നെ കാലിൽ ആക്ടിവേറ്റ്സ് മെറിഡിയൻ ആണ്. വളരെ വൺ ഓഫ് ദ ബെസ്റ്റ് പോയിന്റും കൂടെയാണ് ഈ പോയിന്റ്. ഓക്കെ, UB60 എന്നുള്ളത് മെല്ലിലാസ് ബോണിന്റെയും നമ്മുടെ കാലിന്റെ എഡ്ജും തമ്മിൽ വരുന്ന മധ്യഭാഗത്തുള്ള പോയിന്റ് ആണ്. നിങ്ങൾ ശരിക്കും നീഡിൽ ചെയ്യുമ്പോൾ അവിടെ പ്രസ് ചെയ്ത് നോക്കിയിട്ട് വേദന എവിടെയാണോ കൂടുതൽ അവിടെ ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. ഈ സ്ഥലത്തും വന്നിട്ട് ഈ ലൊക്കേഷൻ ചെറിയ മാറ്റം വരും, ഓരോരുത്തർക്കും വേദന വരുന്ന സ്ഥലം. അക്യൂട്ട് ലംബാർ പെയിന് നല്ലതാണ്. സ്വെല്ലിംഗ് ആൻഡ് പെയിൻ ഓഫ് ദ ഹീലിന് നല്ലതാണ്. അതേമാതിരി തന്നെ ഈ പോയിന്റ് വന്നിട്ട് നമുക്ക് ഡിലേഡ് ലേബർ, അതായത് ഡെലിവറി ടൈമായിട്ട് പെയിൻ വരുന്നില്ല, മറ്റേ പ്രസവത്തിനുള്ള പെയിൻ സിംറ്റം ഒന്നും കാണിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് നമ്മൾ സാധാരണ UB67 ആണ് ഉപയോഗിക്കാം. ശരിക്കും ഇതും വളരെ നല്ല പോയിന്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് മറ്റേ അവിടെ മസാജ് ചെയ്യേ നീഡിൽ ചെയ്യേ ഈവൻ മോക്സ കാണിക്കുന്നത് വരെ ലേബറിന്റെ ഡിഫിക്കൽറ്റി കുറയ്ക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റും. ഡെലിവറിക്കുള്ള എന്താ പറയുക മറ്റേ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. അത് ഡെലിവറി നടക്കാൻ വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് കൊടുക്കാൻ ഈ പോയിന്റ് വളരെ നല്ലതാണ്. ഹെഡേക്കിന് നല്ലതാണ്. നെക്ക് സ്റ്റിഫ്നെസ്സിനും ഡിസിനെസ്സിനും എല്ലാം തന്നെ ഈ പോയിന്റ് നല്ലതാണ്. അതേമാതിരി കുട്ടികളിൽ ഉണ്ടാവുന്ന ചില കുട്ടികളുണ്ടോ അറിയാതെ അവർ ഞെട്ടുവോ അല്ലെങ്കിൽ മസിൽ പിടിച്ച് വലിച്ച് ടൈറ്റ്നെസ് കാണിക്കും, ഇങ്ങനെ കൈകാലൊക്കെ ഇട്ട് വരയ്ക്കുന്നത് പോലെ അവരറിയാതെ ചെയ്യുന്നതാണ്. അതിൽ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾക്ക് മാറാൻ ഈ UB60 നല്ലതാണ്. ഓക്കെ, ഇത് സ്നൂസിനെ റിലീസ് ചെയ്യുന്നു, മെറിഡിയനിൽ ഉണ്ടാകുന്ന തടസ്സങ്ങളെ നീക്കുന്നു, വിൻഡ് ഹീറ്റിനെ ക്ലിയർ ചെയ്യുന്നു, പ്രൊമോട്ട്സ് ലേബർ, പ്രസവത്തിന് പ്രൊമോട്ട് ചെയ്യാനുള്ള പോയിന്റാണ്. ഓക്കെ, നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയിട്ട് ആർക്കെങ്കിലും റിസൾട്ട് കിട്ടിയാൽ ഉറപ്പായിട്ടും പറയാം. ഓക്കെ, UB67 റിസൾട്ട് ഉണ്ടായിട്ട് ഈ വീക്കിൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഡെലിവറിയുടെ ടൈം. അത് 67 ആണ് ഉപയോഗിച്ച് ഇതാ ഉപയോഗിച്ചത്. ആ റബ്ബർ ബാൻഡ് ഇടുക ചെയ്തത്. എവിടെ? ചുള്ളിവിരലിന്റെ അല്ല, നമ്മളെ കാലിന്റെ. നിങ്ങൾ ഈ പോയിന്റ്സ് ഒക്കെ മോക്സ കൊടുത്താലും മതി, മസാജ് ചെയ്താലും തന്നെ അത് നന്നായിട്ട് വർക്കാവും.
സാർ ഇവിടെ പ്രസ് ചെയ്ത് നോക്കാൻ പറഞ്ഞില്ലേ, അത് മേലേക്കും താഴത്തേക്കാണോ പ്രസ് ചെയ്ത് നോക്കാൻ പറഞ്ഞത്? അധികം ഇവിടെ പോയ പെയിൻ കിട്ടുക വശങ്ങളിലേക്ക്, ടുവേർഡ്സ് മെല്ലുലാസ് ബോണിന്റെ പരിസരത്താണ് കൂടുതൽ വേദന കിട്ടുക. മേലേക്കും താഴത്തേക്കല്ല, സൈഡിലേക്കാണല്ലേ? താഴത്തേക്ക് കിട്ടും, പക്ഷെ ഇത് കൂടുതലും സൈഡിലേക്ക് കുറച്ചൊരു മുകളിലായിട്ടാണ് കിട്ടുക. ഓക്കെ. ചിലവർക്ക് വന്നിട്ട് ഈ തണുപ്പ് സീസണൊക്കെ ആകുമ്പോൾ ആ UB60 ഏരിയയിലൊക്കെ നല്ല പെയിൻ ഉണ്ടാവും. അപ്പോൾ 59-ഉം 60-യും കൂടെ നിങ്ങൾ മോക്സ കാണിച്ചാലും ശരി, അതല്ലെങ്കിൽ മസാജ് ചെയ്താലും നീഡിലിട്ടാലൊക്കെ റിസൾട്ട് ഉണ്ടാവും. ഓക്കെ സാർ. മോക്സ കാണിച്ചാൽ നല്ല റിസൾട്ട് ഉണ്ടാവുമല്ലോ. മോക്സ മോക്സ കാണിച്ചാൽ നല്ല റിസൾട്ട് ഉണ്ടാവുമല്ലോ, നല്ല ചൂട് പിടിപ്പിച്ചാൽ. പക്ഷെ ഒരുപാട് നേരം ഇവിടെ കൊടുക്കരുത് കേട്ടോ, കുറച്ച് നേരം പാടില്ല. അതാ ശരീരം ചെയ്യാൻ പറ്റൂലേ വേദന ഉണ്ടെങ്കിൽ? വേദന ഉണ്ടെങ്കിലും ഒരുപാട് നേരം അവിടെ മോക്സ കൊടുക്കണ്ട, കാരണം അത് വളരെ തിന്ന് കുറഞ്ഞ ഏരിയ ആണ്. അത് മാത്രമല്ല അവിടെ മസിൽസിനേക്കാളും കൂടുതൽ ടെൻഡനും മറ്റുമൊക്കെയാണ്. അപ്പൊ ടെൻഡനും പൊട്ടലായി കഴിഞ്ഞാൽ അത് മാറാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ജസ്റ്റ് ആയിട്ട് വിട്ട് 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 സഹിക്കാവുന്ന രീതിയിൽ കൊടുക്കാൻ പാടുള്ളൂ. ഏറ്റവും സേഫ് നീഡിലാണ്. കളർ ഉപയോഗിച്ചാലും സീഡ് ഉപയോഗിച്ചാലും എല്ലാത്തിനേക്കാളും സേഫസ്റ്റ് വേ എന്ന് പറയുന്നത് നീഡ്ലിംഗ് തന്നെയാണ്. ഓൺ ദ ലാറ്ററൽ ആസ്പെക്ട് അടുത്തത് UB61 എന്നുള്ള പോയിന്റ് ആണ്. നിങ്ങൾക്കറിയാം, മറ്റേ ബോണിന്റെ താഴെയായിട്ട് വരും അല്ലേ? UB60 താഴെ വരുന്ന പോയിന്റ് ആണ്. 1.5 നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് എടുക്കണ്ട, അപ്രോക്സിമേറ്റ്ലി 1.5 ചൂൺ. അതെങ്ങനെയാണ് നോക്കേണ്ടതെന്ന് വെച്ചാൽ ഇരുനിറം ചേരുന്ന ഭാഗമാണ് ശരിക്കും പറഞ്ഞു. ഓക്കെ. നേരെ UB60 താഴെ എവിടെയാണോ സ്കിന്നിന്റെ കളർ ടോൺ ചേഞ്ച് ചെയ്യുന്നത് ആ ഭാഗമാണ് നമ്മുടെ കുതിങ്കാലിന്റെ ബോണൊക്കെ വരുന്ന ഏരിയ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കുതിങ്കാൽ വേദനയ്ക്ക് ഏറ്റവും നല്ല പോയിന്റ് ചെയ്യാം. അപ്പൊ അപകടമൊക്കെ പറ്റിയിട്ട് വന്നാണെങ്കിൽ നേരിട്ട് പോയിട്ട് അവിടെ ചെയ്യരുത്, അല്ലാത്തതിനെ ചെയ്യും. ഓക്കെ. പെയിൻ, നംനെസ്, വീക്ക്നെസ് ഓഫ് ദ ലോവർ എക്സ്ട്രിമിറ്റീസ്, എപ്പിലെപ്സിക്ക് ഈ പോയിന്റ് നല്ലതാണ്. സ്നൂസിനെ റിലീവ് ചെയ്യുന്നു, അലിവേറ്റ്സ് പെയിൻ. കുതിങ്കാൽ വേദനയ്ക്ക് വളരെ നല്ല പോയിന്റ് ആണ്. ഇവിടെ ഈവൻ നിങ്ങൾ മസാജ് ചെയ്താലും ആ വേദനയ്ക്ക് മാറ്റം വരും, മോക്സ കാണിച്ചാൽ മാറ്റം വരും, ഒരുപാട് യൂസ് ചെയ്യാൻ പറ്റും. റെഡ് ആൻഡ് വൈറ്റ് സ്കിന്ന് ചേരുന്ന ഭാഗത്താണ് നമ്മൾ ഏകദേശം ഒരു 1.5 ചൂണാണ് കണക്കാക്കണമെന്ന് മാത്രം. ഇരുനിറം ചേരുന്ന ഭാഗത്താണ്. ഓക്കെ. നിങ്ങൾ അവിടെ പ്രസ് ചെയ്യുമ്പോൾ ദ മോസ്റ്റ് പെയിൻഫുൾ ഏരിയ നിങ്ങൾ ഓപ്റ്റ് ചെയ്തെടുക്കുക. അപ്പൊ പ്രശ്നം കഴിഞ്ഞു. അപ്പോൾ UB62 എന്നുള്ള പോയിന്റ് ആണ്. ഓക്കെ. ഇൻ ദ ഡിപ്രഷൻ ഡയറക്ട്ലി ബിലോ എക്സ്റ്റേണൽ മെല്ലുലാസ്. ഓക്കെ. ലൊക്കേഷൻ എവിടെയെന്ന് നിങ്ങൾക്ക് കാണാം. ഇതാ ആ ബോണിന്റെ നേരെ താഴെ, അതായത് UB60, 61, 62 ഇത് 3 പോയിന്റ് നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് അതിന്റെ കിടപ്പ് തന്നെ ഒരു ട്രയാങ്കുലർ ഷേപ്പിലാണ്. അപ്പോൾ കുതിങ്കാലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ കാലിന്റെ ഏറ്റവും ലോവർ ഭാഗമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഇഷ്യൂസും നിങ്ങളൊരു 3-4 പ്രാവശ്യമായിട്ട് ഈ 3 നീഡിൽ ഇട്ട് കൊടുത്തു നോക്കൂ, എന്ത് മാറ്റം വരുന്നുണ്ടെന്ന് ദയവായിട്ട് ആരെങ്കിലും പ്രാക്ടീസ് ചെയ്തിട്ട് ഒന്ന് അടുത്ത ക്ലാസ്സിൽ അറിയിക്കാം. ഓക്കെ. 61, 62 എന്നിട്ട് നിങ്ങൾ റിസൾട്ട് പറയൂ, നേരത്തെ ചെയ്തതും ഇപ്പൊ ചെയ്തതും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ. മാസ്റ്റർ പോയിന്റ് ഓഫ് യാങ് ചിയോ വെസൽസ് കപ്പിൾ വിത്ത് SI3. ഈ പോയിന്റ് UB62-ഉം SI3-യും കൂടി ഇടുന്നത് യാങ് ചിയോ വെസൽസിനെ സപ്പോർട്ട് ചെയ്യുന്ന പോയിന്റ് ആണ്. ധൈര്യമായിട്ട് നിങ്ങൾ നീഡിൽ ചെയ്യാം, വളരെയേറെ മാറ്റങ്ങൾ ഉണ്ടാവും. എപ്പിലെപ്സിക്ക് നല്ലതാണ്, മാനസിക വിഭ്രാന്തിക്ക് ഈ പോയിന്റ് നല്ലതാണ്, ഉറക്കക്കുറവിന് നല്ലതാണ്. ഈ കാലിൽ വന്നിട്ട് ഇൻടോയിങ് ഔട്ട്ടോയിങ് എന്ന് പറയും, അതായത് കാലുകൾ പുറത്തേക്ക് വളയുക, ഇനി ഒന്ന് അകത്തേക്ക് വളയുക. ഈ പുറത്തേക്ക് വളയുക എന്ന് പറയുന്നതിന് ഈ പോയിന്റ് നല്ലതാണ്. ഓക്കെ. കാലിന്റെ ബോണ് എന്നിട്ട് ചിത്രത്തിൽ കാണുന്നുണ്ടോ? രണ്ടുപേരും നിൽക്കുകയാണ്. ഒരാൾ നിൽക്കുന്ന സമയത്ത് തള്ളവിരലുകൾ രണ്ടും അടുത്ത് ചേരുന്നു, ഇൻടോയിങ്. മറ്റേത് ഔട്ട്ടോയിങ്, കാല് എവിടേക്ക് നോക്ക്, തള്ളവിരൽ രണ്ടും 2 ഭാഗത്തേക്ക് മാറുന്നു. ഈ ഔട്ട്ടോയിങ് അതായത് കാല് നിൽക്കുമ്പോൾ നേരെ നിൽക്കാൻ പറ്റത്തില്ല, അവർക്ക് കാല് എപ്പോഴും ഒന്ന് താറാവ് വെക്കുന്നത് പോലെ വിരിച്ച് വെക്കുന്നുണ്ടോ. അങ്ങനെ നോർമലായിട്ട് നിന്നുകൊണ്ടിരുന്ന ആള് കാലുകൾ വെക്കുന്നത് ഇങ്ങനെ ഔട്ട്ടോയിങ് ആവുന്നുണ്ടെങ്കിൽ അത് മാറാൻ ഈ പോയിന്റ് നല്ലതാണ്. റെഗുലറായിട്ട് നീഡിൽ ചെയ്താൽ പതുക്കെ പതുക്കെ അത് കറക്റ്റ് പൊസിഷനിലേക്ക് വരും. ഹെഡ് ഏക്കിന് നല്ലതാണ്. അതേമാതിരി തന്നെ എനിക്ക് മനസ്സിലായില്ല, ഔട്ട് ഗോയിങ്
കാല് നിങ്ങൾക്ക് ചിത്രം കാണുന്നുണ്ടോ? ഇൻടോയിങ്, ഔട്ട്ടോയിങ്. ചിത്രം കാണുന്നുണ്ട്. കാല് നേരെ വെച്ച് നിൽക്കുന്നതിന് പകരം കുതിങ്കാല് അകന്നിട്ടും തള്ളവിരലിന്റെ ഭാഗം ചേർന്നിട്ടാണ് നിൽക്കുന്നത്. നടത്തത്തിലുണ്ട് ചിലർക്ക് അങ്ങനെ, അതിനും പറ്റുമോ? ഉണ്ടാവും, നിൽക്കുന്നതിനും ഉണ്ടാവും. അതേമാതിരി ഔട്ട്ടോയിങ്. ഓക്കെ, ഔട്ട്ടോയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുതിങ്കാല് ചേരുകയും തള്ളവിരൽ അകലുകയും ചെയ്യുക. എപ്പം നിൽക്കുമ്പോഴൊക്കെ വന്നിട്ട് ഇതേ ആറ്റിറ്റ്യൂഡ് ആയിരിക്കും, നടക്കുന്ന സമയത്തും ഇതേ ആറ്റിറ്റ്യൂഡ് ആയിരിക്കും. അപ്പൊ നേരത്തെ നോർമലായി നിന്നിരുന്ന ആളുകളിൽ ഇനി ഇൻടോയിങ്ങോ ഔട്ട്ടോയിങ്ങോ ഉണ്ടെങ്കിൽ അത് നമുക്ക് റെഗുലൈസ് ചെയ്യാൻ UB62 നല്ലതാണ്. ഓക്കെ. ഓക്കെ സാർ. അത് കണ്ടിന്യൂസ് ആയിട്ട് ഇത് മാറുന്ന വരെ വെക്കണം അല്ലേ? ഉറപ്പായിട്ടും ചെയ്യേണ്ടി വരും. സാർ മറ്റേ വീക്ക് മതിയോ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഡേയ്സ് ആണോ? അത് നിങ്ങൾ എങ്ങനെയാണോ ഷെഡ്യൂൾ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടാണ്. ആദ്യത്തെ കുറച്ച് ദിവസം വേണമെങ്കിൽ ഒരു 3, 5, 7 സിറ്റിംഗ്സ് അടുപ്പിച്ചിട്ട് വരാൻ പറ്റില്ല. ഈ 5 ദിവസം 7 ദിവസം നിങ്ങൾ നീഡിൽ ചെയ്തിട്ട് ഒരു മാറ്റവും അവരിൽ കാണുന്നില്ല എങ്കിൽ അവരോട് പറയുക, ഒന്നില്ലെങ്കിൽ വൈദ്യനെ മാറ്റാൻ പറയുക, അല്ലെങ്കിൽ വൈദ്യം മാറ്റാൻ പറയുക. എന്നിട്ട് ഗ്രാജുവലി ആഴ്ചക്ക് 2 or 1 ആക്കുക. അത് ഡിപ്പെൻസ് ആണ്. ഓക്കെ. അതേമാതിരി തന്നെ നമ്മുടെ കണ്ണിന്റെ അപ്പർ ലിഡ് ഉണ്ടല്ലോ, എന്താ പറയാ, കൺപോള, മുകളിലത്തെ കൺപോളകൾ ഡ്രോപ്പ് ഔട്ട് ആവുക. അതായത് പിടിച്ച് ഉയർത്തി നിൽക്കാൻ പറ്റില്ല. അവരെപ്പോഴും ചില ആളുകൾ കണ്ടിട്ടുണ്ടോ, ഒരു നല്ല ഉറക്കത്തിൽ വിളിച്ചു വിട്ട മാതിരി കണ്ണിന്റെ മയക്കം, ഒരു അപ്പർ ഐലിഡ് മുഴുവനായിട്ട് പൊന്തിക്കാൻ പറ്റാതിരിക്കുന്നതിന് ഈ പോയിന്റ് വളരെ നല്ലതാണ് കേട്ടോ. ഓക്കെ. UB62 ഉപയോഗിക്കുമ്പോൾ SI3 കൂടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നെക്കിനും ലോവർ ബാക്കിനും വളരെ നല്ല പോയിന്റാണ്. ഓക്കെ. ഓക്കെ സാർ. എനിക്ക് എന്താറില്ല, വെറുതെ പൊട്ടുവായി വരുന്നുണ്ട്. UB63 എന്ന് പറയുന്ന പോയിന്റാണ്. ഇതാണ് സി ക്ലെഫ്റ്റ് പോയിന്റ്, യൂറിനറി ബ്ലാഡറിന്റെ. ഇത് കിഡ്നിയുമായിട്ട് കണക്ട് ചെയ്യുന്ന പോയിന്റാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി മെറിഡിയൻ ആക്ടിവേറ്റ് ചെയ്യുന്നതൊപ്പം നമ്മുടെ പേയേർഡ് ഓർഗനെയും കൂടെ സപ്പോർട്ട് ചെയ്യുന്ന പോയിന്റാണ്. പേയേർഡ് സി ക്ലെഫ്റ്റ് പോയിന്റ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഈ കോട്ടുവായ വരുന്നതുകൊണ്ട് ഉറക്കം വരുന്നതുകൊണ്ട് മെമ്മറി ഇങ്ങനെ ഇതായി പോവാണ്. ഇപ്പൊ എന്റെ ക്യാമറ അടുത്ത ക്ലാസ്സിൽ എടുത്തോ. അങ്ങനല്ല, ഇനിയിപ്പോ 4 പോയിന്റിന് വേണ്ടി അടുത്ത ക്ലാസ് വെക്കുന്നല്ലോ. ഓക്കെ, നിങ്ങൾ എന്നെ ഉണർത്തി വിട്ടാൽ മതി. ചോദ്യങ്ങൾ ചോദിച്ചാൽ ഞാൻ ഉണർന്നോളൂ. ഓക്കെ. സി ക്ലെഫ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മെറീഡിയനിൽ ഉണ്ടാവുന്ന തടസ്സങ്ങളെ മാറ്റുന്ന പോയിന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മറ്റേ നിങ്ങളൊരു ചോദ്യം ചോദിക്കുകയാണ്, സാർ UB മെറീഡിയൻ ആക്ടിവേറ്റ് ചെയ്യാൻ കുറേ പോയിന്റ് ഉണ്ടല്ലോ, ഇതിൽ ഏറ്റവും നല്ലത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സി ക്ലെഫ്റ്റ് പോയിന്റ് തന്നെയാണ്. ഓക്കെ. സാർ ഇപ്പം പറഞ്ഞ UBയും കിഡ്നിയും തമ്മിൽ കണക്ട് ചെയ്യുന്ന പോയിന്റ് ഇതെന്ന് തന്നെയാണ്. അത് ലൂ കണക്ടിങ് പോയിന്റ് ആണ്. UBനെയും കിഡ്നിയെയും കണക്ട് ചെയ്യുന്ന പോയിന്റ്. സാർ ഇപ്പം പറഞ്ഞോണ്ട് ചോദിച്ചതാ. അതാ ഞാൻ പറഞ്ഞു, ഞാൻ ഉറക്കത്തിലേക്ക് വഴുതി വീണു എന്ന് പറഞ്ഞില്ലേ. ഓക്കെ. സി ക്ലെഫ്റ്റ് പോയിന്റ് അല്ല, സി ക്ലെഫ്റ്റ് മറ്റേ ലൂ കണക്ടിങ് പോയിന്റ് ആണ് പേയേർഡ് മെറീഡിയനെ കണക്ട് ചെയ്യുന്നത്. സി ക്ലെഫ്റ്റ് പോയിന്റ് അതാത് മെറീഡിയനിൽ ഉണ്ടാവുന്ന തടസ്സങ്ങളെ റിലീവ് ചെയ്യുന്ന പോയിന്റ് ആണ്. ഓക്കെ ആയോ? ക്ലിയർ ആയോ എല്ലാവർക്കും? ക്ലിയർ ആയി. മാനസികമായ ഇഷ്യൂസിന് നല്ലതാണ്, എപ്പിലെപ്സിക്ക് നല്ലതാണ്. കുട്ടികളിൽ ഉണ്ടാവുന്ന കൺഫ്യൂഷൻ, അതായത് മസിൽ ടൈറ്റ്നസ്, ഇടയ്ക്കിടയ്ക്ക് അവർ പെട്ടെന്ന് ഞെട്ടുക അല്ലെങ്കിൽ വരയ്ക്കുന്നത് പോലെ കാണിക്കുന്ന ഇഷ്യൂസ് ഉണ്ടാവും. അവരറിയാതെ ചെയ്യുന്ന പോലെ മറ്റേ അറിയാതെ നടക്കുന്ന സംഭവം. ഹെഡ് ഏക്കിന് നല്ലതാണ്. ലിംബാർ ഏരിയനെ സപ്പോർട്ട് ചെയ്യുന്നു. ലോവർ എക്സ്ട്രിമിറ്റീസ്, അതായത് കാലുകളിൽ ഉണ്ടാകുന്ന നംനെസ്സിനും വീക്ക്നെസ്സിനും നൽകുന്നു. അതേമാതിരി തന്നെ നമ്മുടെ കാലിലെ ആംഗിളിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്കും ഈ പോയിന്റ് നല്ലതാണ്. UB60 എത്ര പറഞ്ഞ പോയിന്റ്? 63. ലൊക്കേഷൻ എവിടെയാണെന്ന് പറയാമോ? അതായത് നമ്മുടെ കാലില് കുതിങ്കാലിന്റെ അവിടെ ഒരു ബോണും അതേമാതിരി തന്നെ മറ്റേ വിരലുകളിലേക്ക് പോകുന്ന ബോണും തമ്മിൽ ചേരുന്ന ഭാഗത്ത് നിങ്ങൾ ജസ്റ്റ് ഇരുനിറം ചേരുന്ന ഭാഗത്ത് അമർത്തി വരുന്ന സമയത്ത് ഫസ്റ്റ് ജംഗ്ഷൻ കുതിങ്കാലിന്റെ അവിടെ നിന്ന് നിങ്ങൾ കാലൊന്ന് മടക്കി വെച്ചിട്ട് ഇരുനിറം ചേരുന്ന ഭാഗത്ത് പ്രസ് ചെയ്ത് വരിക. ഓക്കെ. അവിടെ വന്നിട്ട് നിങ്ങൾക്ക് മറ്റേ യൂറിനറി ട്രാക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പെയിനും കാണും. ലൊക്കേഷൻ ഒന്ന് ശരിക്കും കണ്ടുപിടിക്കാവൂ. ഓരോ ചിത്രങ്ങളും
ഓരോ പോലെയാണ്. ശരിക്കും അത് ജോയിന്റ് ആണ്, ഒരു കുഴിയുമാണ് ഇരുനിറം ചേരുന്ന ഭാഗത്ത്. ഇത് ശരിക്കും നിങ്ങൾക്ക് വന്നൊരു പ്രസ് ചെയ്യുമ്പോൾ അങ്ങോട്ട് നോക്കാൻ പറ്റില്ല. വേറെ ആരെങ്കിലും അടുത്തുണ്ടെങ്കിൽ അവരെ കാലെടുത്ത് വെച്ച് പ്രസ് ചെയ്യുന്ന സമയത്ത് റിസ്റ്റും ഈ കുതിങ്കാലിലെ ബോണും തമ്മിൽ ചേരുന്ന ഭാഗം മെല്ലുലാസ് ബോണിന്റെ കുറച്ച് മുൻവശത്തായിട്ടാണ് ഇത് വരിക. അപ്പൊ മെല്ലുലാസ് ബോണിന്റെ മുൻവശത്തുള്ള എഡ്ജിൽ നിന്ന് നിങ്ങൾ പ്രസ് ചെയ്ത് വരുമ്പോൾ ഇരുനിറം ചേരുന്ന ഭാഗത്ത് കാല് അങ്ങോട്ടോ ഇങ്ങോട്ടോ അമുക്കുമ്പോൾ നമ്മൾ SI3 ഒക്കെ എടുത്ത പോലെ തന്നെ ചെറിയൊരു കുഴി കാണാം. അതും അല്ല എങ്കിൽ നമ്മുടെ കാലിന്റെ വശത്ത് വിരലുകളെല്ലാം കഴിഞ്ഞ് വരുന്ന ബോണ് എത്തുന്ന മുമ്പ് ഒരു പൊന്തി നിൽക്കുന്ന സ്ഥലമുണ്ട്. റിഫ്ലക്സോളജിയിൽ നമ്മുടെ നീയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് റിഫ്ലക്സോളജി ചെയ്യുന്ന സ്ഥലം ഒരു പൊന്തി നിൽക്കുന്ന ബോണ് കാണാം, കണ്ടുണ്ടോ? അതായത് ഈ ഭാഗത്ത് ഒരു, എന്റെ മൗസ് കാണുന്നുണ്ടല്ലോ, കാണുന്നുണ്ട്. ഇവിടെ ഈ ഭാഗത്ത് നിങ്ങളുടെ കാലിൽ തൊട്ട് നോക്കി കഴിഞ്ഞാൽ ഒരു ബോണിന്റെ ബൾജ് കാണാൻ പറ്റും. ഈ ഇവിടുന്ന് വരുന്ന സമയത്ത് ഈ ബൾജ് എത്തുന്നതിന് തൊട്ട് മുമ്പ് ഈ ബൾജ് കഴിഞ്ഞ് ഇറങ്ങിയതും UB64 ആണ്. ക്ലിയർ ആണോ? ആ ബൾജ് കഴിഞ്ഞ ഉടനെയുള്ള കുഴിയാണോ? അതായത് നിങ്ങൾ എവിടുന്ന് അമർത്തി വരുമ്പോഴാണ് കുതിങ്കാലിന്റെ ഭാഗത്ത് നിന്നാണ് വരുന്നതെങ്കിൽ ബൾജിന്റെ തൊട്ട് മുൻവശത്ത് 63-യും ബൾജ് കഴിഞ്ഞ് വരുന്നത് 64-ഉം. അല്ല, ചെറുവലിന്റെ ഭാഗത്തുനിന്ന് കുതിങ്കാലിന്റെ ഭാഗത്തേക്കാണ് പോണെങ്കിൽ ആ ബൾജിന്റെ തൊട്ട് മുമ്പിലുള്ളത് UB64-ഉം ആ ബൾജ് കഴിഞ്ഞ് വരുന്ന കുഴി UB63-യും. മനസ്സിലായി. ഓക്കെ, നമ്മൾ എങ്ങനെയാണോ കയ്യില് നമ്മുടെ റിസ്റ്റിന്റെ അവിടെ പൊന്തി നിൽക്കുന്ന ഒരു ബോൺ, അതേമാതിരി ഒരു ബോൺ അവിടെ നിൽക്കുന്നുണ്ടാവും. ആ ബോണിന്റെ മുൻവശത്തും പിൻവശത്തും രണ്ട് വശത്തും ഓരോ പോയിന്റ് ഉണ്ട്. ഒന്ന് കുതിങ്കാലിന്റെ ഭാഗത്തുള്ളത് UB63-യും വിരലുകളുടെ ഭാഗത്തുള്ളത് UB64-ഉം ആണ്. ഓക്കെ, ഇതാ UB64. ഇപ്പൊ മനസ്സിലായോ നിങ്ങൾക്ക് ലൊക്കേഷൻ? ക്ലിയർ ആയില്ലേ? ക്ലിയർ ആണ്. ഇത് യുവാൻ സോഴ്സ് പോയിന്റ് ആണ്. UB മെറീഡിയനിലെ എക്സസ് എനർജി സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ്. റിഫ്ലക്സോളജി ഒക്കെ ചെയ്യുമ്പോൾ വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്ന സ്ഥലമാണിത്. ആ ഭാഗം വന്നിട്ട് അവിടെ നന്നായി മസാജ് ചെയ്യും. യൂറിനറി മെറീഡിയനിൽ ഉണ്ടാവുന്ന ഓർഗനെയും മെറീഡിയനെയും സപ്പോർട്ട് ചെയ്യുന്ന പോയിന്റ് ആണ്. എക്സസ് എനർജി സ്റ്റോർ ചെയ്യുന്ന പോയിന്റ് ആണ്. ഹെഡേക്കിന് നല്ലതാണ്. റെക്കിഡ് നിജിലിറ്റിക്ക് നല്ലതാണ്. പെയിൻ ഓഫ് ദ ലുംബാർ ആൻഡ് ലെഗ് ഏരിയക്ക് ഈ പോയിന്റ് നല്ലതാണ്. ഓക്കെ, ഒറ്റ ഒരു ചെറിയൊരു ഇപ്പൊ ചിത്രം വന്നോ നിങ്ങക്ക്? അടുത്തത് UB65 എന്നുള്ള പോയിന്റ് ആണ്. ഓക്കെ, ഷൂ സ്ട്രീം പോയിന്റ് ആണ്. ഷൂ സ്ട്രീം പോയിന്റ് വന്നിട്ട് നിങ്ങൾക്കറിയാം UB67 നഖത്തിന്റെ കോണിലാണ്. അത് കഴിഞ്ഞ് UB66 ഈ നഖം മറ്റേ ചെറുവിരലും നമ്മുടെ പാദവുമായി ചേരുന്ന ജോയിന്റിൽ ഇരുനിറം ചേരുന്ന ഭാഗത്തുള്ള പ്രൊക്യുബറൻസിന്റെ മുന്നിലുള്ള പോയിന്റ് UB66. ഈ പ്രൊക്യുബറൻസിന്റെ പിന്നാലെ വരുന്ന പോയിന്റ് ആണ് UB65. എങ്ങനെയാണ് നമ്മൾ 63-യും 64 നോക്കിയത്, അതേമാതിരി തന്നെ ഈ കാലിന്റെ മുൻവശത്ത് വരുന്ന പോയിന്റ് ആണ്. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ഒരു പ്രൊക്യുബറൻസ് ഉണ്ട്, ഈ ഭാഗത്തുള്ള പ്രൊക്യുബറൻസ് ഉണ്ട്. ഇതിന്റെ മുന്നിലും പിന്നിലായിട്ട് 64-ഉം 63-യും വന്നു. ഇവിടെയുള്ള പ്രൊക്യുബറൻസിന്റെ തൊട്ട് മുന്നിലും പിന്നിലായിട്ട് 66-ഉം 65-ഉം ഉണ്ട്. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. അപ്പോൾ ഇതും മാനസികമായിട്ടുള്ള ഇഷ്യൂസിന് നല്ലതാണ്. ഹെഡേക്കിന് നല്ലതാണ്. നെക്ക് റിജിഡിറ്റിക്ക് നല്ലതാണ്. ലുംബാർ ഏരിയനെ സപ്പോർട്ട് ചെയ്യുന്ന പോയിന്റ് ആണ്. കാലുകളുടെ ഹെവിനെസ് മാറാനൊക്കെ ഈ പോയിന്റ് നല്ലതാണ്. ആനൽ പെയിനിന്, അതായത് നമ്മുടെ മോഷൻ പോകുന്ന ഭാഗങ്ങളിൽ വേദന ഉണ്ടെങ്കിൽ അത് മാറാനും ഈ പോയിന്റ് നല്ലതാണ്. 66 എന്നുള്ള പോയിന്റ് ഇതിന്റെ അടുത്ത് തന്നെ ഉള്ളതാണ്. ആൾമോസ്റ്റ് സെയിം സിംറ്റം തന്നെയാണ്. ഇൻസ്പ്രിംഗ് പോയിന്റ് ആണിത്, അതായത് സെക്കൻഡ് പോയിന്റ് ആണ്. അപ്പോൾ യാങ് മെറീഡിയൻ ആയതുകൊണ്ട് മെറ്റലിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ വുഡ് പോയിന്റ് ആണ് ഇത്. 65 എന്നുള്ളത് ഫയർ പോയിന്റ്. നെക്ക് റിജിഡിറ്റിക്ക് നല്ലതാണ്. ഹെഡേക്കിന് നല്ലതാണ്. ഡിസിനെസ്സിന് നല്ലതാണ്. ഓക്കെ, മാനസികമായ തരത്തിലുള്ള ഇഷ്യൂസിനൊക്കെ ഈ പോയിന്റ് നല്ലതാണ്. വാട്ടർ പോയിന്റ് അല്ലേ സർ?
മെറ്റൽ കഴിഞ്ഞ് വാട്ടർ പോയിന്റ്. വാട്ടർ അല്ല, വുഡ് അല്ലല്ലോ. സോറി, 67 എന്നുള്ളത് മെറ്റൽ പോയിന്റ്, 66 എന്നുള്ളത് വാട്ടർ പോയിന്റ്, 65 എന്നുള്ളത് വുഡ് പോയിന്റ്. അത് കഴിഞ്ഞ് 60യിലേക്കാണ് വരിക. ഫയർ പോയിന്റ്. അത് കഴിഞ്ഞാൽ 40 എന്നുള്ളത് എർത്ത് പോയിന്റ്. എനിക്ക് സത്യം പറഞ്ഞപ്പോ നല്ല ഉറക്കാണ്. ഇപ്പൊ കടന്ന സുഖമായിട്ട് ഉറങ്ങാൻ. എന്താ കാര്യം വെച്ചാൽ നിങ്ങൾ ഇങ്ങോട്ടൊന്നും റെസ്പോണ്ട് ചെയ്യില്ല. അബ്ദുൽ ഖാദർ സാർ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചോദിക്കും. അപ്പൊ ഒന്ന് ആക്ടിവേറ്റ് ഉണ്ടാവും. ഇത് ആരും ഒന്നും ഇണ്ടാത്തോണ്ടേ. ഇല്ല സാർ, എല്ലാത്തിലും ഒരേ ഇൻഡിക്കേഷൻസ് ആയിട്ട് തോന്നുന്നു. അതുകൊണ്ട് അങ്ങനെയാണ് പറയാത്തത്. ഓക്കെ, മനസ്സിലായി. അതെന്താ വെച്ചാല് ഇതൊന്ന് കുറെ മെറീഡിയൻസ് ഉണ്ട്, എല്ലാം അടുത്തടുത്തുള്ള പോയിന്റ്സ് ആണ്. അതെ, മിക്കവാറും യുബി മെറിഡിയനില് കണ്ണ്, മാനസികം, തല, അതാണ് ഇൻഡിക്കേറ്റഡ് നിൽക്കുന്നത് അല്ലേ? പിന്നെ നിങ്ങൾ മുതുകിൽ വരുന്ന സമയത്ത് എല്ലാ ഓർഗനായിട്ട് കണക്ട് ചെയ്യുന്ന പോയിന്റ് ആയതുകൊണ്ട് എല്ലാ ഓർഗനും ട്രീറ്റ് ചെയ്യാൻ യുബി മാത്രം മതി. നിങ്ങൾ ബാക്ക് ഷൂ പോയിന്റ്സും ഔട്ടർ ബാക്ക് ഷൂ പോയിന്റ്സും പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ആൾമോസ്റ്റ് ഒരു 80% ആൾക്കാർക്കും ക്യൂർ കൊടുക്കാൻ പറ്റും. ബാക്ക് ഷൂ പോയിന്റ്സ് വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആണ് ഓർഗനുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അതേ സമയത്ത് അതിൻ്റെ സ്പിരിച്വൽ അല്ലെങ്കിൽ എമോഷണൽ ഫാക്റ്റിൽ ഔട്ടർ ബാക്ക് ഷൂസ് വളരെ നല്ല പോയിന്റാണ്. ഇതെല്ലാം ഡയഗ്നോസിസ് ചെയ്യാൻ കൂടെ പറ്റുന്ന പോയിന്റാണ്. ആ പോയിന്റ് അമർത്തുമ്പോൾ വേദന ഉണ്ടെങ്കിൽ ഡയഗ്നോസിസിനും കൂടെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പോയിന്റാണ്. പിന്നെ UB 67 ഏറ്റവും മറ്റേ അവസാനത്തെ പോയിന്റ് അല്ലെങ്കിൽ ജിൻവെൽ പോയിന്റ് ആണ്. ഇത് ഒട്ടുമിക്ക ആൾക്കാരും ഉപയോഗിക്കാറുള്ളത് വന്നിട്ട് ഡെലിവറി എളുപ്പം സംഭവിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് എളുപ്പം ഡെലിവറി സംഭവിക്കാൻ വേണ്ടി മാത്രമല്ല, ഈ കുട്ടി ലാസ്റ്റിൽ ജനന സമയത്ത് അല്ലെങ്കിൽ ലാസ്റ്റ് ഡെലിവറി പീരീഡ് സമയത്ത് ആ കുട്ടി തിരിഞ്ഞു കിടക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ വരൂ, ചിലപ്പോൾ സിസേറിയൻ വേണ്ടി വരും, തിരിഞ്ഞിട്ടൊക്കെയാണെന്ന് പറയുമ്പോൾ ആശുപത്രിക്ക് പോകണം മുമ്പ് തന്നെ അല്ലെങ്കിൽ 1-2 ദിവസങ്ങൾ എന്ത് ചെയ്യാം, ഈ ഭാഗത്ത് മോക്സിബിഷൻ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടിയുടെ മറ്റേ തിരിഞ്ഞു കിടക്കുന്നത് നോർമൽ പൊസിഷനിലേക്ക് വരും എന്നാണ് പറയുന്നത് TCM കേട്ടോ. മോക്സ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ കുട്ടികളെ വന്നിട്ട് തിരിഞ്ഞ് മറ്റേ നോർമൽ പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റും. തല താഴെയും കാല് മുകളിലുമായിരിക്കണം. ശരിക്കും തലയാണ് ആദ്യം പുറത്തേ വരേണ്ടത്. ചിലപ്പോൾ നേരെ തിരിച്ച് കാലുകൾ താഴെയും തല മുകളിലും വരികയാണെങ്കിൽ ഡെലിവറി ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. തലയാണ് വന്നതെങ്കിൽ ബാക്കിയുള്ള ഭാഗങ്ങൾ എളുപ്പം വരും. അങ്ങനെ ഒരു സാറേ, ഇങ്ങനെ തിരിച്ച് ഇങ്ങനെ ശരിയാക്കണമെങ്കിൽ നമ്മൾ ലാസ്റ്റ് മിനിറ്റ് അല്ലേ ഡോക്ടർമാർ പറയാ? അല്ലെങ്കിൽ ലാസ്റ്റ് മിനിറ്റിലാണ് നമ്മൾ, അതായത് ലാസ്റ്റ് മിനിറ്റ് എന്ന് പറഞ്ഞാല് ഇപ്പൊ ഡെലിവറിക്ക് ഒരാഴ്ച മുമ്പോ 2 ആഴ്ച മുമ്പോ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, മറ്റേ മോക്സിബിഷൻ കൊടുക്കുക. ഒരാഴ്ച മുമ്പ് കൊടുത്തു തുടങ്ങും. അല്ല സാർ, ഒരാഴ്ച മുമ്പ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പെയിൻ വന്നാലോ? ഡെലിവറി പെയിന് ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ ഡെലിവറി പെയിന് വരുമല്ലോ. വന്നോട്ടെ, ഒരാഴ്ച മുമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടായ കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ, സർജറി അവോയ്ഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ലതല്ലേ. ഒരാഴ്ച 10 ദിവസമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവും ഡെലിവറി, മുന്നും പിന്നും ആവും പറയുന്ന ഡേറ്റിനനുസരിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് നിങ്ങൾ മോക്സിബിഷൻ കൊടുത്തു തുടങ്ങിക്കഴിഞ്ഞാൽ അത് നോർമൽ ആവും എന്നാണ് പറയുന്നത്. UB 67 എന്നുള്ളത് ചെറുവെല്ലിൻ്റെ നക്കക്കോണിൽ 0.1 ചൂണിലാണ്, ലാറ്ററൽ സൈഡിൽ വരുന്ന പോയിന്റാണ്. ജിൻവെല്ലാണ്, മെറ്റൽ പോയിന്റാണ് വാട്ടറിലെ. അതായത് മാൽ പൊസിഷൻ ഓഫ് ഫീറ്റസ് ആൻഡ് ഡിഫിക്കൽട്ട് ലേബർ. അതായത് കുഞ്ഞുങ്ങൾ തിരിഞ്ഞു കിടക്കുകയാണെങ്കിൽ അതിനെ നോർമലിലേക്ക് വരുത്താനും അതേമാതിരി തന്നെ സുഖപ്രസവത്തിലേക്കും സപ്പോർട്ട് ചെയ്യുന്ന പോയിന്റാണിത്. ഹെഡേക്കിന് നല്ല പോയിന്റാണ്. പെയിൻ ഇല്ല പോയിന്റാ. നീഡിൽ ചെയ്യുമ്പോൾ നല്ല പെയിൻ ഉണ്ടാവും. അത് ടോക്സിക് ഉള്ളവർക്കാണ്. അല്ല, നീഡിൽ ചെയ്യുമ്പോൾ വന്നിട്ട് ഡീപ്പായിട്ട് ഇറക്കേണ്ട ആവശ്യമില്ല, മൈൽഡായിട്ട് ഒന്ന് തൊട്ടാ മതിയോ? മതി. അത് ജിൻവെൽ പോയിന്റ് അല്ല. ജിൻവെല്ലൊക്കെ വന്നിട്ട് ഏറ്റവും സൂപ്പർഫിഷ്യലാണ്. ഏതിലും നിങ്ങൾ ഡീപ്പ് നീഡിൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഹെഡേക്കിന് നല്ലതാണ്, ഐ പെയിന് നല്ലതാണ്, നാസൽ കൺജഷന് നല്ലതാണ്, എപ്പിസ്റ്റാറ്റിസിന് നല്ലതാണ്. ക്ലിയേഴ്സ് ദ ഹെഡ് ആൻഡ് ഐസ്, ടേൺസ് ദ ഫീറ്റസ് ആൻഡ് ഹെൽപ്സ് ലേബർ. മോക്സിബിഷൻ നല്ലതാണ് ഇങ്ങനെ മാൽ പൊസിഷൻ ഉണ്ടെങ്കിൽ. അത് മാത്രമല്ല ടോക്സിൽ റിമൂവൽ പോയിന്റും ആണ് ഇത്. പ്രത്യേകിച്ച് ഗർഭിണിയായി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവസാനത്തെ മാസത്തിൽ മാത്രമേ ഉപയോഗിക്കാവൂ, അതുവരെ ഉപയോഗിക്കരുത്. ലൊക്കേഷൻ നിങ്ങൾക്ക് അറിയുണ്ടാവും. BL 67. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ.
ഞാൻ പറഞ്ഞതിൽ അല്ലെങ്കിൽ ഡൗട്ടോ തെറ്റിയിട്ട് എൻ്റെ ഉറക്കത്തിൻ്റെ ഇതിനകത്ത് ഞാൻ തെറ്റിയിട്ടോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ കറക്റ്റ് ചെയ്ത് തരാം. ഓക്കെ. ലൂ കണക്റ്റിംഗ് പോയിന്റ് മാത്രമാണ് സെയിം ഇത് പെയർ ഓർഗൻസിന്റെ അല്ലേ? അപ്പൊ ഈ വാട്ടർ പ്ലസ്